പണ്ട് ഈ മല്ലികാർജുൻ മൻസൂർ എന്ന് പറയുന്ന ഒരു വലിയ ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കച്ചേരിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആദ്യം തുടക്കത്തിൽ കച്ചേരിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ശ്രുതിയൊക്കെ ചേർത്ത് പുള്ളി ബീഡി വലിക്കും. കച്ചേരിക്ക് നമ്മൾ പരിപാവനമായ സ്ഥലമാണല്ലോ നമ്മൾ വെപ്പ്, പക്ഷെ വേദിയിൽ ഇരുന്നിട്ടും ബീഡി വലിക്കും. എന്നിട്ട് ആളുകളോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സമയം കളയും ധാരാളം. എന്തിനാണെന്നറിയോ? മുഷീന്ന് ആളുകൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരേക്ക് വേണേൽ അദ്ദേഹം പാടും. അത് താല്പര്യമുള്ളവർക്ക് മുമ്പിൽ മാത്രമേ കലയ്ക്കൊന്നും പ്രസക്തിയുള്ളൂ, അല്ലാത്തവരുടെ മുമ്പിൽ ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി തരിക, എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷ്വലുകൾ എന്ന് പറയുന്നത്, സാർ എന്നോടൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പാടാം. പിന്നെ വിഷ്വൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വിഷ്വലാണ്. ഇപ്പോൾ താരകങ്ങൾ നിൻ്റെ കണ്ണിൽ പ്രേമപൂജാ മാലികകൾ താഴെ നിൽക്കും എൻ്റെ കണ്ണിൽ പാരിൻ ബാഷ്പഭാരമല്ലോ എന്ന് പറയുന്നത് ഒരു രണ്ട് വർഗത്തിലുള്ള, രണ്ട് ജീവിതത്തിലുള്ള ആളുകളാണ്. നിൻ്റെ കണ്ണിൽ അത് പ്രേമപൂജാമാലികകളാണ്, നക്ഷത്രങ്ങൾ. പക്ഷേ എൻ്റെ കണ്ണിൽ അത് പാരിൻ്റെ, ഈ ലോകത്തിൻ്റെ ബാഷ്പഭാരമല്ലോ എന്ന് പറയുമ്പോൾ അത് ഈ കാമുകനും കാമുകിയും തമ്മിലുള്ള ഈ സാമൂഹികപരമായ വ്യത്യാസങ്ങളെ കൂടിയാണ് അത് കാണിക്കുന്നത്. നമ്മളൊരു പാട്ട് മാത്രമല്ല അത്. അതാണ് കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്നവൻ എന്ന് പറയുന്നത്. കണ്ണീര് മാത്രമല്ല, ഇയാൾക്ക് കണ്ണീരാണ്, മറ്റേ കുട്ടിക്ക് സ്വപ്നമാണ്. അത് രമണൻ്റെ അകത്തൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചന്ദ്രിക സ്വപ്നം കാണുന്നു, പക്ഷേ ഇയാൾ പറയുന്നത് എന്താണ്? രമണൻ പറയുന്നതാണ് പാടില്ല പാടില്ല എന്നാണ് പറയുന്നത്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ഈ ഒരാളെക്കുറിച്ച് നിരീക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മൾ അറിയുന്ന എല്ലാ ആളുകളും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത്? നമുക്കറിയാം എന്ന് പറയുന്ന ഒരാളെ തന്നെ നമുക്കറിയാമോ? അത് വലിയ വിഷയമല്ലേ? ഞാനിപ്പോൾ ഒരാളെ അറിയാമെന്ന് പറയുന്നത്, എം ടി വാസുദേവൻ നായരെ നിങ്ങൾക്കറിയാം, പക്ഷേ എം ടി വാസുദേവൻ നായരെ മുഴുവൻ കൃതികളും വായിച്ചിട്ടുണ്ടോ എന്ന് വരുമ്പോൾ സംശയമായി. പിന്നെ എങ്ങനെയാണ് അറിയുന്നത്? ഒരാളെ പേര് കൊണ്ട്, അല്ലെങ്കിൽ പേര് പലതരത്തിലും ഇപ്പോൾ ആക്കാം. ഞാൻ കയറി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്താലും ഞാൻ അറിയപ്പെടാം. അങ്ങനെയല്ലാതെ അവരുടെ സംഭാവനകളിലൂടെ, അവരുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ അറിയാൻ വേണ്ടിയുള്ള, അതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ വെക്കുന്നത്. അല്ലാതെ ഈ എന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല, എൻ്റെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഇത്രയും ദീർഘകാലത്തെ എൻ്റെ ഈ മേഖലയിലെ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സാർ പറഞ്ഞത് കൊണ്ടൊരു പാട്ട് പാടാം. ആ പാട്ട്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാട്ടുകൾ വരും ധാരാളം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ പ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാട്ടിൽ വരുന്ന നിങ്ങളൊക്കെ പുതിയ കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിലൊരു ജഡ്ജൊക്കെ ഇരിപ്പുണ്ടാവും. മലയാളികളിപ്പോൾ അങ്ങനെയാണ്. മലയാളികൾ ആസ്വാദകന്മാരല്ല, എല്ലാവരും ജഡ്ജസാണ്. ഒരു 3.25 കോടി 3.5 കോടി വിധികർത്താക്കൾ ഇടതിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. കാരണം എല്ലാവർക്കും ശ്രുതി പോയി, താളം പോയി, മറ്റേ അത് പോയി ഇത് പോയി എന്നൊക്കെയാണ്, സംഗതി പോയി ഒക്കെയാണ്. അങ്ങനെ വേണ്ട. നമുക്ക് 70 വയസ്സ് ഒരാൾക്ക് ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ ഒരു ഗന്ധർവനൊന്നുമല്ലല്ലോ, ഞാനൊരു പാവപ്പെട്ട സാധാരണ മനുഷ്യനാണ്. ടി ഭാസ്കരനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു പാട്ട്, നിങ്ങളാരും ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത, കേൾക്കേണ്ട ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. അത് സിനിമാ പാട്ടല്ല. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പല കാര്യങ്ങളും, അല്ലെ അദ്ദേഹത്തിൻ്റെ പല സമീപനങ്ങളും, അദ്ദേഹത്തിൻ്റെ പല ഇമേജിനറികളും ഒക്കെ പി ഭാസ്കരൻ മാഷ പാട്ടിൽ കാണാം നമുക്ക്.
പക്ഷേ കണ്ണീരും സ്വപ്നങ്ങളും എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ കുറച്ച് വരികൾ, അത് ആകാശവാണി കോഴിക്കോട് നിലയം ടാഗോർ ജന്മശതാബ്ദി ആഘോഷിച്ച സമയത്ത് അവിടെ കുറേ ഗീതാഞ്ജലിയിലെ ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് ജി ശങ്കരക്കുറുപ്പും ഇങ്ങനെയുള്ള ആളുകൾ തർജ്ജമ ചെയ്ത ഭാഗങ്ങൾ ഒക്കെ കെ രാഘവ മാഷും അതുപോലുള്ള ചില മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കമ്പോസ് ചെയ്തിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിൽ പി ഭാസ്കരൻ ഒരു ഭാഗം തർജ്ജമ ചെയ്തത് ഒരു പാട്ടായി നമുക്കിപ്പോൾ അറിയാം. അത് ആകാശവാണിയിൽ പാടിയത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. 1950 കോഴിക്കോട് ആകാശവാണി ആരംഭിച്ചത്. ഈ വർഷം കോഴിക്കോട് ആകാശവാണിയുടെ 75ാം വർഷമാണ് ആഘോഷിക്കുന്നത്. അപ്പം അവിടെ വലിയ മഹാരഥന്മാരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അറിവിന് വേണ്ടി പറയാം, ആ കാലഘട്ടത്തിൽ അക്കിത്തം അവിടെയായിരുന്നു. തിക്കോടിയൻ, ഉറൂബ്, പി ഭാസ്കരൻ, കെ രാഘവൻ, കെ പി ഉദയഭാനു, ശാന്ത പി നായർ, പത്മനാഭൻ നായർ, കൊടുങ്ങല്ലൂർ, NN കക്കാട്, ഇവരൊക്കെ ഒരുമിച്ച് UA ഖാദർ ഒക്കെയുള്ള ഒരു ഓഫീസ് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെയൊരു കാലഘട്ടത്തിൽ നിന്ന് വന്ന ഒരു പാട്ടാണിത്. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. കയ്യിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. ശരിയായില്ല രാഗം, ശരിയായില്ല താളം, ശരിയായില്ല രാഗം, ശരിയായില്ല താളം. പാട്ടിൻ വാക്കുകൾ തെറ്റിടുമല്ലോ, പരവശമാണെന്നാദം. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. പാടണമെന്നൊരു വെമ്പലിലിങ്ങനെ വാടുകയാണൻ ജീവൻ. പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണതിവേഗം. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. കയ്യിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ,
ഞാൻ പാടിയതില്ലല്ലോ. ഈ പാട്ട് വെച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മൾ ആരും പാട്ടെന്നോ ഗാനമെന്നോ എടുക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ കരുതി വയ്ക്കുന്നു, അതൊന്നും ചെയ്തില്ലല്ലോ. കയ്യിലെ വീണ മുറുക്കി ഒരുക്കി കാലം പോയല്ലോ. ഇപ്പം 2-3 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് ഇവിടെ മലയാളത്തിലും സംഗീതത്തിലൊക്കെ സ്റ്റഡീസ് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകും. അപ്പോഴും നിങ്ങൾ കാലത്തിലിങ്ങനെ മുറുക്കി വെച്ച വീണയുമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ കാലം കഴിഞ്ഞു പോകും. എന്നിട്ടും ഞാൻ പാടാനോർത്ത മധുരിത ഗാനം പാടിയതില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം, സംഗീത വിദ്യാർത്ഥികൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാടണമെന്നൊരു വെമ്പൽ, ഈ പാടണമെന്ന വെമ്പൽ ആർക്കാണ്? പാട്ട് പാടാൻ അറിഞ്ഞുകൂടാത്തവർക്കാണ്. അവർ മ്യൂസിക് BA-ക്കും പഠിച്ചിട്ടില്ല, അവർ ഗാനഭൂഷണത്തിനും പഠിച്ചിട്ടില്ല, അവരൊന്നും പഠിച്ചില്ല. പക്ഷേ ആ പാടണമെന്ന വെമ്പൽ, സമൂഹത്തിൻ്റെ പാടണമെന്ന വെമ്പലാണ് നമ്മളെ പാട്ടുകാരാക്കുന്നത്, അല്ലേ? ആ വെമ്പൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് കൂടി പാടണമെന്ന് തോന്നുക, ആ പാടണമെന്ന് തോന്നാൻ പാടാൻ പറ്റാതാവുക. അവരവരുടെ രീതിയിൽ പാടും. പക്ഷേ അവർക്കറിയാം അത് ഞാൻ പാടുന്നത് ശരിയല്ല എന്ന് അവർക്കറിയാം. പക്ഷേ അവർ ആ പാടണമെന്ന വെമ്പൽ അവരുടെ ഉള്ളിലുണ്ടാവും. ആ വെമ്പൽ ഈ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ഞാനൊരു പാട്ടുകാരനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, എന്നെ നിങ്ങൾ ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ശ്രവിക്കുന്നത്. അതുകൊണ്ട് ഭാസ്കര മാഷ് അല്ലെങ്കിൽ ടാഗോർ, ഇങ്ങനെ നമുക്കൊരു പാട്ട് വെച്ചുകൊണ്ട് എത്ര കാര്യങ്ങളിലേക്ക് വിശകലനം ചെയ്തു പോകാമെന്ന് ആലോചിക്കുക. നമ്മൾ പലപ്പോഴും സിനിമയിലെ പാട്ടുകളെ ഭാസ്കരനൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ യേശുദാസിൻ്റെ പാട്ട്, ദാസേട്ടൻ്റെ പാട്ട്, ജാനകി അമ്മയുടെ പാട്ട്, ചിത്ര ചേച്ചിയുടെ പാട്ട്, ഇങ്ങനെ പലരെയും നമുക്ക് യാതൊരു ബന്ധമില്ലാത്തവരെയൊക്കെ എന്നിട്ട് നമ്മൾ വയലാർ രാമവർമ്മയെ വയലാർ ഏട്ടനൊന്നും വിളിക്കാറില്ല, വയലാറിനെ പറയാറുള്ളൂ. എന്നാൽ പിന്നെ അവരെയും കൂടി വിളിച്ചാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്താണിപ്പോൾ ശ്രീകുമാരൻ തമ്പിയെന്നേ വിളിക്കുള്ളൂ, ONV കുറുപ്പിനെ ONV കുറുപ്പെന്നേ പറയുള്ളൂ. എന്നിട്ട് മറ്റവരെയൊക്കെ ഏട്ടൻ, ഏച്ചി, ചേച്ചി, പിന്നെ മയില്, കുയില്, ഗന്ധർവൻ, മറ്റേ ഭാവഗായകൻ എന്നൊക്കെ വിളിക്കും. പക്ഷേ നമ്മൾ ഇവരെ വിളിക്കൂല. അതാണ് മലയാളീൻ്റെ സ്വഭാവം. നേരെ വെച്ച് ചെന്നൈയിൽ ചെന്ന് നോക്കിയാൽ അവർ ഇളയരാജയൊക്കെ വിളിക്കുന്ന ഇശൈ മന്നൻ എന്നൊക്കെയാണ്, ഈണങ്ങളുടെ രാജാവ്, കവിഞ്ഞർ കണ്ണദാസൻ എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇവിടെ ഈ സാധാരണ ഈ ആക്രി വെറുക്കാൻ വരുന്ന തമിഴനെ നോക്കിയിട്ട് അവൻ്റെ സംസ്കാരം നിശ്ചയിക്കരുത്. അവന് വലിയ സംസ്കാരം. ബംഗാളിൽ ചെന്ന് നോക്കി നിങ്ങൾ, ടാഗോറാണ് ഇപ്പോഴും അവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ. ഒരു രാഷ്ട്രീയ നേതാവുമല്ല. ഒന്നാമത്തെ ആൾ ടാഗോറാണ്. രണ്ടാമത്തെ ആൾ പലർക്കും സത്യജിത് റായിയാണ്. ഇവിടെ നമുക്ക് കുമാരനാശാൻ 1-ാം സ്ഥാനത്ത് എപ്പോഴെങ്കിലും വരുമോ? മലയാള വിദ്യാർത്ഥികളോടാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും കുമാരനാശാൻ നമ്മൾ കേരളത്തിൻ്റെ 1-ാമത്തെ ആളാന്ന് പറയുമോ? ഇല്ല. നമ്മൾ അതിനേക്കാൾ താണുള്ള സിനിമാ പാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ പറയും, എന്നാൽ പോലും അവരെ പറയില്ല. അതാണ് മലയാളീൻ്റെ സ്വഭാവം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു, ഇന്നലെ നമ്മുടെ ശ്രീവത്സം മാഷ കുറേ ബോറടിപ്പിച്ചാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പി ഭാസ്കരനെ കുറിച്ച് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാട്ട് പെട്ടെന്ന് ഞാൻ ഈ പാട്ട് ഞാൻ പാടാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ സാർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പാടാമെന്ന് വിചാരിച്ചു. എൻ്റെ അവിടെ നിന്ന് ഓർമ്മിച്ച് ഞാൻ പാടിയാണ്. എനിക്ക് കുറേ പാട്ടുകൾ ഇങ്ങനെ അറിയാം, പുസ്തകമൊന്നും നോക്കണ്ടായില്ല. ഇപ്പോൾ പിന്നെ കുറേ പാട്ടുകൾ ഇവിടെ ഈ രണ്ട് വരി പാടി ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരും നോക്കിക്കൊണ്ടാണ് പാടിയത്. അത് തന്നെ വേണമെങ്കിൽ 2 വരി നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല, കാരണം ഭാവിയിൽ പ്രയോജനപ്പെടും ഒരുപാട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഒരു കവിയെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു കവിയായിരുന്നു, അത് അധ്യാപകനായിരുന്നു. അദ്ദേഹം എന്നെ പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളൊക്കെ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. അപ്പം വാസ്തവത്തിൽ ഞാൻ ഒരു പാട്ടിലേക്ക് വരുന്നത് തന്നെ ആ മലയാള കവിതകളുടെ ആ ഒരു വൃത്താധിഷ്ഠിതമായ ഒരു ഈണത്തിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സംഗതി നമ്മുടെ സന്ധ്യാനാമം ചൊല്ലുന്നതിലൂടെയും. അന്ന് ഇതുപോലെ സൗകര്യങ്ങളൊന്നുമില്ല, റേഡിയോ തന്നെ എൻ്റെ വീട്ടിലില്ല. അച്ഛനും അമ്മയും അധ്യാപകരായിട്ട് പോലും ഒരു റേഡിയോ വാങ്ങി വെക്കാൻ പറ്റാത്തൊരു സാമ്പത്തിക സ്ഥിതിയായിരുന്നു അന്നത്തേത്. നമുക്ക് റേഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ പോയി വാങ്ങിച്ചുകൊണ്ട് വരും, നമ്മളെ ഫോണിലുണ്ട്, എന്തുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയല്ലായിരുന്നു. അന്ന് ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തൊക്കെ അച്ഛൻ എന്നെ പഠിപ്പിക്കുന്നത്
സ്കൂൾ യുവജനോത്സവത്തിന് പദ്യം ചൊല്ലലിൽ സമ്മാനം കിട്ടാനൊന്നുമല്ല, വെറുതെ പഠിപ്പിച്ചു വെക്കുകയാണ്, കുറെ ചൊല്ലി പഠിപ്പിക്കുകയാണ്. അച്ഛൻ നല്ല ചൊല്ലുമായിരുന്നു. ഇപ്പോൾ പങ്കം മഹാകവി പിയുടെ വരികളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. പങ്കം തെളി ചാന്തായി മാറ്റി ചെന്താമര മൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. തെളിനീല ഗഗനത്തിന്നറവാതിൽ തുറന്നേതോ കളഭച്ചെപ്പുമായി രാഗരജനി വന്നു. ഇതാണ് അന്നത്തെ ഈണം. മുകിലുകൾ മേയും കുന്നിൻ ചരിവിലൊരമ്പലമുണ്ടല്ലോ, അമ്പല നടുവിൽ പന്തലിടുന്നൊരു മാമരമുണ്ടല്ലോ. ഹൃദയം പൊട്ടിയ കവിത കപ്പൽ പുഴയൊഴുകുമ്പോൾ ദിവ്യരസാനുഭവത്തിൽ മതിച്ച കവുങ്ങുകളാടുമ്പോൾ. ഇത് സംഗീതം പഠിച്ചിട്ടോ ഒന്നുമല്ല, മലയാളത്തിൻ്റെ തനതായ വൃത്തങ്ങളുടെ ഒരു ഈണം അക്കാലത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മളത് മാറ്റിയിട്ട് ഇപ്പം വൃത്തങ്ങളെ താളാധിഷ്ഠിതമാക്കുന്നതിന് പകരം അത് ഈ സംഗീതക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അത് രാഗാധിഷ്ഠിതമാക്കി കളഞ്ഞു. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതും നശിപ്പിച്ചതും ആകാശവാണി തന്നെയാണ്. കാരണം ഇതിലൊക്കെ കുറേ പദ്യങ്ങൾ എടുത്തിട്ട് അവിടുത്തെ സംഗീത നിലയ വിദ്വാൻമാരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവരത് രാഗം വെച്ചങ്ങോട്ട് പാടും. ഇപ്പോൾ പങ്കം തെളിച്ചാന്തായി മാറ്റി എന്ന് പറഞ്ഞാൽ പങ്കം തെളിച്ചാന്തായി മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇടയ്ക്കൊക്കെ കൂട്ടി ചെന്താമരമൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. പക്ഷേ അന്നത്തെ ബേസിക് ട്രഡീഷണൽ ഈണം എന്താണ്? പങ്കം തെളി ചാന്തായി മാറ്റി ചെന്താമരമൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. ഇപ്പൊ ഞാൻ ഇത് പാടുമ്പോൾ തന്നെ ഇവിടുത്തെ സംഗീത വിദ്യാർത്ഥികൾ ആലോചിക്കുന്നത് അത് ഏത് രാഗത്തിലായിരിക്കും എന്നായിരിക്കും. സത്യം അതാണ് നമ്മൾ ഈ ശാഖയെ നശിപ്പിക്കാനുള്ള ഒരു കാരണം ഇതാണ്. കാരണം രാഗത്തിൽ പോയി വഴിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ എല്ലാ ആലോചനകളും. അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല. ഞാൻ ഒരു ടോർച്ച് അടിച്ചാൽ ഈ ചുവരിൻ്റെ മേലെ അതിൻ്റെ വെളിച്ചം തള്ളും. അതിൻ്റെ അർത്ഥം അതിനപ്പുറത്ത് യാഥാർത്ഥ്യമില്ല എന്നല്ല. ഞാൻ കാണുന്നത് ഇവിടം വരെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിത്തത്തിലും നിങ്ങൾ ഉപയോഗിക്കേണ്ട അതാണ്. ടീച്ചർ പറഞ്ഞു തരുന്നത് ഒരു ടോർച്ച് മാത്രമാണ്. ആ ടോർച്ച് ഒരു പ്രതലത്തിൽ തട്ടുന്നു വെളിച്ചം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇതാണ് സത്യം എന്ന്. നിങ്ങൾ എന്നല്ല, ഞാനും എല്ലാം അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്താണ് ഒരുപക്ഷെ ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ, വളരെ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങൾ, സൗന്ദര്യാത്മകമായ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ അതിൻ്റെ അപ്പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അവിടം വരെ കാണിച്ചു തരാൻ ആണ് ടീച്ചേഴ്സ്. അതിനപ്പുറത്ത് കാണാൻ നമ്മളുടെ നിരീക്ഷണവും നിരീക്ഷണപ്പെടുത്തും ആവശ്യമാണ്. അതാണ് എന്നെപ്പോലുള്ള ആളുകൾ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ ടീച്ചറോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. തരുമോന്നറിയില്ല. അപ്പോൾ അതേയല്ല, കാരണം എനിക്ക് ഈ പുതിയ തലമുറയോട് സംവദിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് കൂടിയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ എന്നൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, പി ഭാസ്കറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ പുസ്തകത്തിനെ പറ്റി ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു. അത് പി ഭാസ്കറിൻ്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു കഴിഞ്ഞ ഈ 25 ഏപ്രിൽ വരേക്കുള്ള കൊല്ലം. അദ്ദേഹം ജനിച്ചിട്ട് 100 വർഷം തികയുന്ന കൊല്ലം. ആ സമയത്ത് ഞാൻ 100 പാട്ടുകൾ പാടിയിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ 10-70 പാട്ടായപ്പോൾ തന്നെ എനിക്ക് ചില പേഴ്സണലായ വിഷയങ്ങൾ വന്നു. പാട്ടറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, കുറേ അസൗകര്യങ്ങൾ വന്നുപെട്ടു. 78 പാട്ടുകൾ ഇപ്പം ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. പക്ഷേ അതിൽ 50 എണ്ണം തിരഞ്ഞെടുത്തിട്ട് ഒരു പുസ്തകമാക്കുകയാണ് ഉണ്ടായത്. അതേക്കുറിച്ചുള്ള ഒരു എഴുത്തും, അത് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പാടിയിട്ടുള്ള വെറും ഇതുപോലെ ശ്രുതി വെച്ചിട്ട് മാത്രം പാടിയിട്ടുള്ളത് കേൾക്കുകയും ചെയ്യാം. ഓർക്കസ്ട്രയോ ഇപ്പോൾ നേരത്തെ പാടിയ പോലെ അതിൻ്റെ ഇതൊന്നുമില്ല, കരോക്കെയോ അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ലാതെ വെറുതെ കേൾക്കാം. ഇപ്പോൾ പി ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു വിഷയം വരുമ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? അദ്ദേഹം ഒരു സിനിമാ പാട്ട് എഴുത്തുകാരനാണ് എന്നതാണോ പ്രധാനം?
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്താണ്? നമ്മൾ ഒരു ശതാബ്ദി ആഘോഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങനെ എത്രയോ ആളുകളുടെ ജന്മശതാബ്ദി കഴിഞ്ഞുപോയി. സിനിമയിൽ പാട്ട് എഴുതിയ ആളുകളുടെ മാത്രമാണോ നമ്മൾ ആഘോഷിക്കേണ്ടത്? കുമാരനാശാൻ്റെ കഴിഞ്ഞു, അങ്ങനെ പലരും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള വ്യത്യസ്ത ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത അനുഭവങ്ങളാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായും പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായും അത് കഴിഞ്ഞിട്ട് സിനിമാക്കാരനായും പാട്ടെഴുത്തുകാരനായും ഇങ്ങനെ ദീർഘകാലം പത്രാധിപരായും പ്രൊഡ്യൂസറായും ഡയറക്ടറായും സ്ക്രിപ്റ്റ് റൈറ്ററായും ഒക്കെയുള്ള ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് മലയാളിയെയും സൗന്ദര്യവൽക്കരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വാതന്ത്ര്യസമര സേനാനി ആയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ എഴുത്തുകാരിൽ സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങിയ 2 എഴുത്തുകാരാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറുമാണ്, ഒന്ന് പി ഭാസ്കരനുമാണ്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കത് അന്വേഷിക്കാം. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. നമുക്ക് ആ പാട്ട് അറിയില്ല. മഞ്ഞണിഞ്ഞ മാമല എന്ന് പറഞ്ഞൊരു പാട്ട്, മാപ്പിളപ്പാട്ട് ഈണത്തിൽ 1921 മാപ്പിള കലാപത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതുകയും ആ പാട്ട് കണ്ടുകെട്ടുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ആ പാട്ട് അച്ചടിച്ച പത്രം കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം വേറൊരാളെ പറഞ്ഞ അങ്ങനെ. ഇനി ഐക്യ കേരളം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നു. ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? കേരളത്തിൽ എല്ലാവരും ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല. അറിയാവോ? എല്ലാവർക്കും അറിയാവോ? ആർക്കറിയാം ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്, അല്ലേ? ഈ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവരറിഞ്ഞിരിക്കണ്ടേ ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാഷല്ലെങ്കിൽ പോലും ഇടക്ക് മാഷാവും കേട്ടോ. ഐക്യ കേരളം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർന്ന് കേരളം ഒരു സംസ്ഥാനമായിട്ട്, ഭാഷാ സംസ്ഥാനമായി രൂപപ്പെടുന്നതിനെ കുറിച്ചുള്ള സ്വപ്നമാണ്. അങ്ങനെ ആയിരുന്നില്ല. ആ കാലഘട്ടത്തിലും ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളുണ്ട്. അതാണ് ഐക്യ കേരള ഗാനം എന്നാണ് അതിൻ്റെ പേര് തന്നെ, ഐക്യ കേരള ഗാനം. എന്താ പാട്ട്? പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ, നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമ പുതിയ കേരളം മനോഹരം. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക. ഇത് കേരളത്തിൽ അക്കാലത്ത് അലയടിച്ചിരുന്നൊരു പാട്ടായിരുന്നു. ഇന്ന് അതൊരു ചരിത്ര വസ്തുവാണ്. ആ ചരിത്രത്തിലൂടെ നമുക്ക്, ഈ പാട്ടിലൂടെ നമുക്കൊരു ചരിത്രത്തെ സ്പർശിക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഈ വിപ്ലവ, അതായത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴുള്ള പാട്ടുകളുണ്ട് ധാരാളം. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രവുമായി, സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കവി. ഇപ്പോൾ ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർനാട്ടിലേക്ക് കൊണ്ടുവന്നത് വയലാർ ഗർജിക്കുന്നു എന്ന കവിത അദ്ദേഹം ചെറിയ, നിങ്ങളുടെ പ്രായമുള്ള സമയത്ത് എഴുതിയതാണ്. പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞപ്പോൾ അവിടെ നിരവധി, എത്രയോ നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ അവിടെ അത് കാണാൻ പോവുകയാണ്, ആ പ്രദേശം കാണാൻ പോവുകയാണ്. പുന്നപ്ര വയലാറിനെ പറ്റി പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയല്ല, കൊടുങ്ങല്ലൂരുകാരനായിട്ടുള്ള പി ഭാസ്കരനാണ് എഴുതിയിട്ടുള്ളത്. വയലാർ ഗർജിക്കുന്നു, വയലാർ എന്നൊരു കൊച്ചു ഗ്രാമമെല്ലാവർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ എന്ന് അദ്ദേഹം എഴുതുന്നു. അതുപോലെ നിരവധികൾ. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1948 രണദ്വീപ് തീസിസൊക്കെ രാഷ്ട്രീയം അറിയുന്നവർക്കറിയാം. ഉണ്ടായ സമയത്ത് അതിൽ അഭിപ്രായ വ്യത്യാസം വന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറുന്നുണ്ട്. മാറുന്ന സന്ദർഭത്തിലും അദ്ദേഹം എഴുതുന്നുണ്ട്, കവിതകൾ എഴുതുന്നുണ്ട്, പാട്ടുകൾ എഴുതുന്നുണ്ട്. തൻ്റെ ആശയം എന്താണ്, താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, കവി എന്നുള്ള നിലക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറഞ്ഞ കവിതയൊക്കെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ ആവി വണ്ടി എന്നിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ
ഭാസ്കരൻ മാസ്റ്റർ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ആലോചിക്കുന്നത് പാട്ടെഴുത്തുകാരനായ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കവി, ഒരു പാട്ടെഴുത്തുകാരൻ. ഇപ്പം നമുക്ക് പാട്ടെഴുത്തുകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം എത്ര വലിയ കവിയാണ് എന്ന് നമ്മൾ ആലോചിക്കാതെയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ പിന്നാലെ മാത്രം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തോരാമഴ എന്ന് പറഞ്ഞൊരു കവിത നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കരയാതിരിക്കാൻ പറ്റില്ല, കരഞ്ഞു പോകും. അത് ഒരു സംഗീതം കൊണ്ടും, ലോകത്തിൽ ഒരു സംഗീതം കൊണ്ടും അതിനെ സ്പർശിച്ചാൽ അത് കവിതയ്ക്ക് താഴെയേ നിൽക്കുകയുള്ളൂ, കവിതയെ ജ്വലിപ്പിക്കാൻ സാധ്യമാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുണ്ട് ചില ഇപ്പോൾ എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര എന്ന കവിത പലരും ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കരഞ്ഞു പോകും. ആ കേട്ടാൽ നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസവും തോന്നും. അത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ ആർദ്രമീ ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിന് ഈ ക്യാൻസർ ബാധിച്ച സമയത്ത് അദ്ദേഹം പറയുന്നതാണത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് എഴുതിയ കവിതയാണ് സഫലമീ യാത്ര. ഈ യാത്ര സഫലമായി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. പക്ഷെ അതിൽ അങ്ങോട്ടങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കത് വിങ്ങലില്ലാതെ ഏങ്ങലടിക്കാതെ നമുക്ക് അത് വായിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഓണം വരാൻ പോകുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള നന്ദി തിരുവോണമേ നന്ദി എന്നൊരു കവിതയുണ്ട്. നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലോ, അടിമണ്ണിടിഞ്ഞു കടയിളകി ചെരിഞ്ഞൊരു കുനും തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലോ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്നറിയോ? ഓണം നൂറ്റാണ്ടുകളായി വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു. അടുത്ത കൊല്ലവും വരും. എന്താ പോയി വരിക വരുമാണ്ടിലും എന്നിട്ട് അവസാനിക്കുന്നത്. ആ അടുത്ത കൊല്ലം ഓണം വരുമ്പോൾ ഓണം ഉണ്ടാകും, പക്ഷെ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അടുത്ത വർഷം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഓണം അപ്പോഴും വരും, ഇനി അടുത്ത തലമുറയിലും വരും, അതിൻ്റെ അടുത്ത തലമുറയിലും വരും. അങ്ങനെ ഈ നമ്മൾ ആത്മാവിനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും എല്ലാം പൊള്ളിക്കുന്ന രീതിയിൽ നമുക്കതിനെ സംഗീതം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക നല്ലത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ട് അതിനെ വികലമാക്കാതെ നമ്മൾ അതൊന്നും ചെയ്യാതെ നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പാട്ടുകാരിലെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, സംഗീതത്തെയല്ല. അപ്പോൾ ദാസേട്ടൻ പാടിയാൽ ഗംഭീരമായിക്കോളും, അല്ലെങ്കിൽ ഒറ്റയാൾ പാടിയാൽ ഗംഭീര, അതൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളെ സംഗീതമാണ് പ്രധാനം. അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ ഭാസ്കരൻ മാസ്റ്റർ പാട്ടുകളെ തന്നെ നമുക്ക് പല ശാഖകളാക്കി തിരിക്കാം. ഹലോ, ഇല്ല പറ്റില്ല. ഓക്കെ, പല കാറ്റഗറികളാക്കി തിരിക്കാം. ഏറ്റവും പരിചിതമായ ഒരു മേഖല നമുക്ക് ഈ പ്രണയഗാനങ്ങളാണ്. പ്രണയഗാനങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെയാണെന്ന് പറയാം. നിങ്ങൾക്കറിയാം, പാട്ടുകൾ ഞാൻ പാടുമ്പോൾ നിങ്ങൾക്കറിയാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ. നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഈ ആട്ടിടയൻ ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ആട്ടിടയനൊക്കെ രമണല്ലേ, ചങ്ങമ്പുഴയുടെ രമണനാണ് ഈ ആട്ടിടയൻ. അല്ലാണ്ട് ഈ ഗാനലോക വീഥികളിൽ വേണുകൂടുന്ന ആട്ടിടയൻ എന്തിനാണ് ആക്കുന്നത്? വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ താളം അടിച്ച് മുട്ടാൻ നോക്കി, ചെവിയിൽ മൂളാൻ.
അതറിയാതെ വരും. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീയെത്തുമ്പോൾ ചെവിയിൽ, പുഷ്പം ചെവിയിൽ മുളാനല്ലല്ലോ അല്ലേ, ചൂടിക്കുവാൻ. അത് യേശുദാസ് അങ്ങനെയാ വട്ടെ പാടിയിട്ടുള്ളത്. റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം, പഴയ റെക്കോർഡിൽ അങ്ങനെയാ ഉള്ളത്. തെറ്റിപ്പോയതാ, അറിഞ്ഞൂടാത്തോണ്ടല്ല. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഈ സംഗീത വിദ്യാർത്ഥികളുടെ ഒരു ആലോചന ഇപ്പം എന്തായിരിക്കും എന്ന് പറയുക. ഇത് ഏതാ രാഗം എന്നായിരിക്കും? ഏതാ രാഗം? ഏതാ രാഗം? അറിഞ്ഞൂടാ? ദേശ്. ദേശന്ന് മൂപ്പര പറഞ്ഞ് ചാക്കോ സാർ ഒരു വലിയ നാടകക്കാരനാ. അങ്ങനെ കുറേ പാട്ടുകൾ ഏതാണ് മലയാളത്തിൽ? വേറെ ഒരുപാട് പാട്ടുകളുണ്ട് ദേശരാഗത്തിൽ. പക്ഷെ നമ്മൾ അങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. രാഗം അന്വേഷിക്കുന്നതിന് പകരം അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു, അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സാംസ്കാരികമായ തലം, ഭൂമിക നമുക്ക് കിട്ടുകയുള്ളൂ. രാഗം അന്വേഷിച്ച് കഴിഞ്ഞാൽ നേരത്തെ ടോർച്ച് കൊണ്ട് അടിക്കൊണ്ട് പറഞ്ഞ പോലെ രാഗത്തിൻ്റെ ആ ഭിത്തിയിൽ നമ്മൾ അന്വേഷണം അവസാനിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, തിരിച്ച് അതും വേണം, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ കൂടി നിങ്ങൾ നടത്തണം. കാരണം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഒരു അത് രണ്ടാൾ കാര്യമായ വർത്തമാനത്തിൽ, അതുകൊണ്ട് ഞാൻ ചോദിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ രാഗങ്ങൾ വേണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതിൻ്റെ ഈ ഇപ്പം പലപ്പോഴും ഞാനിപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ റിസർച്ച് മേഖലയൊക്കെ, നമ്മുടെ ഈ സംഗീതത്തിലെല്ലാം റിസർച്ച് മേഖലയൊക്കെ വളരെ വെറുതെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അതെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ആലോചിക്കാതെ നമുക്ക് സാഹിത്യത്തിലും ഉണ്ട് ഇതേ പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ വലിയ സാഹിത്യ വിദ്യാർത്ഥിയൊന്നുമല്ല, സാഹിത്യം അറിയുന്നത് ഇവിടുത്തെ മലയാള അധ്യാപകന്മാരെ പോലെയോ ഒന്നും അറിയുന്ന ആളല്ല. പക്ഷെ ഞാൻ പലപ്പോഴും പ്രബന്ധങ്ങളും വായിക്കാറുണ്ട്. ആ വായിക്കുന്നതിൽ എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ അറിവിനേക്കാൾ കൂടുതൽ എന്താണ് ഇവർ തന്നതെന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുക. അങ്ങനെയൊന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി. നേരത്തെ സാർ പറഞ്ഞല്ലോ, ഈ കലാലയത്തിനൊരു വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇടക്കാലത്തൊരു ചെറിയ ഇത് ഭംഗം വന്നെങ്കിലും ഇനി തുടർന്ന് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. അത് എപ്പോഴും മനസ്സിൽ വെക്കണം. ചിറ്റൂർ കോളേജിനെ ഞാൻ കാണുമ്പോൾ, ഞാൻ പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ നിങ്ങളിലൂടെയാണ് ഇനി കാണുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എത്രത്തോളം ഈ മേഖലയിൽ ഉയർന്നു വരുന്നു, അല്ലാതെ ഇപ്പം നിങ്ങൾ എത്ര കുട്ടികളെ പഠിപ്പിച്ചു എന്നോ അല്ലെ എത്ര സിനിമയിൽ പാട്ട് പാടി എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ സിനിമയിൽ പാട്ട് പാടി നിങ്ങൾക്ക് കൊള്ളാം, എനിക്കെന്താ വലിയ കാര്യം, അതൊന്നും വലിയ വിഷയമല്ല. പക്ഷേ നിങ്ങൾ എന്ത് ഈ സമൂഹത്തിന് സംഭാവന ചെയ്തു, നിങ്ങളുടെ ആലോചനകളിലൂടെ, നിങ്ങളുടെ ചിന്തകളിലൂടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ എന്ത് സംഭാവന ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രണയഗാനങ്ങളുടെ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ മേഖലയുണ്ട്. പി ഭാസ്കരൻ ചെയ്തു വെച്ച്. ഇപ്പം നേരത്തെ ഇവിടെ പാടിയ കൂട്ടത്തിൽ കായലരികത്ത് പാടി, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്ക്, അത് മാപ്പിളപ്പാട്ടാണെന്ന് പലർക്കും അറിയില്ല. അതൊരു മാപ്പിളപ്പാട്ട് ഈശല് ഈ രീതിയിൽ തന്നെയാണത്. അപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു സവിശേഷത എന്താണ്? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടിനെ കുറിച്ച് ഒരു ദിവസം ഇതുപോലെ ഒരു ചർച്ചാവേദിയിൽ പി ഭാസ്കരനോട് ഒരാൾ ചോദിച്ചു, കായലരികത്ത് വലയെറിഞ്ഞു എന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. കായലിനരികത്തല്ലല്ലോ, കായലിലല്ലേ വലയെറിയുക അല്ലേ? അപ്പം ഭാസ്കരൻ മാഷ് പറഞ്ഞ മറുപടി, കായലിൽ വലയെറിഞ്ഞാലേ മീനാണ് കിട്ടുക, കായലരികത്തെറിഞ്ഞാലേ പെണ്ണിനെ കിട്ടുകയുള്ളൂ എന്നാണ്. ഇത് പെണ്ണിനെ പിടിക്കുന്ന വലയാണ്.
അപ്പം അതാണ് കായലരികത്ത് വല എറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന മീനല്ല, വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, നിന്റെ കൂട്ടത്തിൽ എന്നെയും കൂടി ചേർക്കണേ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പം അതിലെന്താ പ്രത്യേകത? ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിലെന്താ പ്രത്യേകത? നോക്കി, അതൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇശലാണ് ആ പാട്ടുണ്ടാക്കിയിട്ടുള്ളത്. കായലരികത്തു വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ, കണ്ണിനാലെന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈയിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിനായി. വമ്പെഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കട പുഴ നടുവിലാക്കരുതി കളി. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനെന്തിനെറിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. എന്താ കയ്യിലും കുത്തി നടക്കാന്ന് പറഞ്ഞാൽ അറിയാവോ? ഞങ്ങളുടെ നാട്ടിലാണ് പൊതുവെ വടക്കൻ മലബാറിലാണ് അതൊക്കെ പറയുക. പക്ഷെ ഇപ്പോഴും അതും പറയുന്നില്ല. ഇപ്പം എല്ലാം ഭാഷ ഏകീകരിച്ചു പോയി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പാലം ഭാഗത്തുള്ള വന്നില്ല പോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം വടക്കൻകാരനും തെക്കുള്ളവരും ഒക്കെ പറയുന്ന ഇവിടെ ഒറ്റപ്പാലത്തുകാരൊക്കെ ഉണ്ടോ, പിന്നെ പോയില്ല വന്നില്ല. ഇംഗ്ലീഷിൽ ഇത് എഴുതും വന്നില്ല എന്നതിന് വരെ അതിൻ്റെ അവിടെ വൈ എന്ന് കൂടി ചേർക്കും, എന്നിട്ട് വന്നില്ല എന്നാക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു കൊഞ്ചി പറയേണ്ടതാണ്. പെൺകുട്ടികളൊക്കെ എങ്ങനെ ഒരു ഇതാക്കി പറയേണ്ടതെന്ന് വെച്ചാൽ വന്നില്ല, കേട്ടില്ല, കാണില്ല, പറയില്ല. അതൊരു ലോക്കൽ ഭാഷയാണത്. അപ്പോൾ ചിലർ പറയും ഞങ്ങളുടെ പ്രദേശത്തെ ഭാഷയാണ് മലയാളത്തിലെ ഏറ്റവും ഭയങ്കര ഭാഷ എന്നൊക്കെ പറയും. അല്ലെന്നൊരർത്ഥത്തിൽ ഈ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ തവി എന്നാണ് അതിന് പറയുക. ഇപ്പം ആർക്കും തവി എന്നും പറയുന്നില്ല, ഇപ്പം എല്ലാം സ്പൂണിനേ പറയുള്ളൂ. ചിരട്ട, തേങ്ങ ചിരട്ട ഇതിനെ കുത്തിയിട്ട് ഇതിട്ടിട്ട് അതിനാണ് കയ്യിൽ ഞങ്ങൾ പറയുന്നത്. അതാണ് KT മുഹമ്മദ് പറയുന്നത്, കയ്യിലുകൾ പിടിക്കണ കൈകളുണ്ട് ഉയരന്, കൈകളിൽ കിളിങ്ങണ വളകൾ ഒച്ച കൂട്ടണമെന്ന് KT മുഹമ്മദ് എഴുതിയത് അതുകൊണ്ടാണ്. കയ്യിലുകൾ പിടിക്കുന്ന കൈകൾ ആരതാണ് അക്കാലത്ത്? സ്ത്രീകളുടെ കൈകൾ ഉയരുന്നു, അത് ആ വളകൾ ഒച്ച കൂട്ടണം. അതിൻ്റെ റൊമാൻറ്റിക്കായിട്ടുള്ള ശബ്ദം മാറി അത് പ്രതിഷേധത്തിൻ്റെ ശബ്ദമായി മാറുന്നു. വാതിൽ തുറക്കണ ഒച്ചയുണ്ട് കേൾക്കണ്, കാതിൽ തറക്കണ മാതിരി പരക്കണ്, കറുപ്പായ കൈലുകൾ കൊടികളായി പൊടിക്കണ്, കറുത്തോരടുക്കള വിട്ട് പടയ്ക്ക് വീട്ടി പട്ടത്തിൽ പാടുവരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തന്നെ പറയുന്നുള്ളൂ. KT മുഹമ്മദ് പറയുന്ന കറുത്തോരടുക്കള വിട്ട് പടയ്ക്ക് പുറത്തിറങ്ങണമെന്നാണ്. അപ്പോൾ നമ്മൾ കായലരികത്തെ പറ്റി പറയും. ഞാനിങ്ങനെ ഇങ്ങനെ വ്യാപിച്ച് ഇതായിപ്പോണ്ട് കേട്ടോ. അതാ പറഞ്ഞാൽ ഞാൻ ഒരു അക്കാഡമിക് ആളല്ല, ഞാൻ പറഞ്ഞ കാരണം എൻ്റെ മനസ്സിൽ വരുന്നൊക്കെ ഞാനങ്ങ് പറയും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വ്യാപിച്ചങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടിൻ്റെ ഒരു പ്രത്യേകത, അതിന് 2-3 സ്വരങ്ങളേ ഉള്ളൂ സംഗീതത്തിൻ്റെ ഭാഷയിൽ നോക്കിയാൽ. പക്ഷേ ഈ 2-3 സ്വരങ്ങളുള്ള ഒരു പാട്ട് എങ്ങനെ 1954 ഇറങ്ങിയ ഈ പാട്ട് 70-ലധികം വർഷങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആരും ഉണ്ടാവില്ല. വരികൾ ചിലപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ഈ പാട്ട് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ഇത് പാടിയതാരാണ്? ടീച്ചർ പറയണ്ട, അറിയാവോ? ഇത് എഴുതിയത് ഇപ്പം B. ഭാസ്കരനാണ്, നിങ്ങൾക്ക് മനസ്സിലായി. പാടിയതാരാണ്? സംഗീതം ചെയ്താരാണ്? നീലക്കുയിലെ സംഗീതാരാണ്?
എല്ലാം നിശബ്ദരാണ്. വേണ്ടാത്ത സമയത്തൊക്കെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. കെ രാഘവൻ മാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു മാപ്പിളപ്പാട്ടുകാരനോ അങ്ങനെയുള്ള ആളൊന്നുമല്ല. 2-3 മണിക്കൂർ നേരം കച്ചേരി നടത്തുകയും രാഗന്താനം പല്ലവി പോലുള്ള കാര്യങ്ങളൊക്കെ പാടുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനാണ് കെ രാഘവൻ. അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയത്. ദക്ഷിണാമൂർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ആളായിട്ടാണ് പറയുക. ചുരുക്കത്തിൽ 2 ദിനം പറഞ്ഞിട്ട് ചുരുക്കത്തിൽ 2 ദിനം കൊണ്ട എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി ഉണ്ടാക്കിയതാ. അപ്പൊ ഈ പാട്ടിന്റെ പ്രത്യേകത, ഇതില് മാപ്പിളപ്പാട്ടിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. നിങ്ങൾ പഠിക്കണം. അത് സവിശേഷതകൾ എന്താണ്? ഒന്നാമത്തെ അതിൻ്റെ ഒരു വ്യാകരണം, അതിൻ്റെ ഒരു ഗ്രാമർ എന്ന് പറയുന്നത്, അതിനകത്ത് പ്രാസഭംഗിയാണൊന്ന്. പ്രാസഭംഗി. ആ പ്രാസഭംഗി എന്ന് പറയുന്നത് അവർ പറയുന്ന വാക്കുകൾ വരെയാണ്. കമ്പി കഴുത്ത്, വാൽക്കമ്പി, വാലിന്മേൽ കമ്പി എന്നൊക്കെയാണ് അവർ പറയുക അതിന്. പക്ഷേ എന്താണ് ഇതിലെ പ്രാസഭംഗി? നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. റ എന്നുള്ള അക്ഷരം എടുത്തു വയ്ക്കുക. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിനായി. വാക്കുകൾ പ്രയോഗിക്കാൻ നോക്കിക്കോളൂ. ഇനി അമ്പ എന്നുള്ള അക്ഷരം എടുത്തോളൂ. വമ്പെഴുന്നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. ഇനി ടാ എന്നുള്ള അക്ഷരം എടുത്തോ. കുടവുമായി പുഴ കടവിൽ വണ്ണെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുത് ഇക്കളി. പദസ്വാധീനം ആലോചിക്കേ. അതും സിമ്പിളായ മലയാള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്, സംസ്കൃതമൊന്നും ഉപയോഗിക്കുന്നില്ല അവിടെ. സാധാരണ ഒരു മാപ്പിള ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിം ഒരു വല തുന്നുന്ന ഒരാളാണിത്. ബാലകൃഷ്ണ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് അഭിനയിക്കുന്നതും. അദ്ദേഹം ഒരു പെണ്ണിനെ കളിയാക്കിയിട്ടൊക്കെ തന്നെ പാടുന്ന ഈ പാട്ടിൽ സംസ്കൃത പദമൊന്നും വരില്ലല്ലോ. അതിപ്പോൾ അത് ഹംസധ്വനി രാഗത്തിലാക്കി കളിയാന്ന് വെച്ചാൽ നടക്കുമോ? അത് മാപ്പിളപ്പാട്ടിൽ തന്നെ വരണം. അപ്പോൾ ചിലർ ചോദിക്കും, ഹംസ എന്ന് മുസ്ലിങ്ങൾക്ക് പേരുള്ളത് കൊണ്ട് ഹംസധ്വനി ടി കെ ഹംസ എന്നൊക്കെ ഇല്ലേ? അപ്പോൾ ഹംസയുടെ ധ്വനി ഹംസധ്വനി എന്ന് അങ്ങനെയൊന്നുമില്ല. ഇവരൊന്നും ചിരിക്കാൻ കൂടി കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്താണ് ഇങ്ങനെ? ഞാൻ നിർത്തണോ? അതും പറയും, ഉറക്കെ പറയും. വേണ്ടെന്നോ വേണമെന്നോ പറയും. ഇടക്കൊന്ന് ചിരിക്കുകയൊക്കെ വേണ്ടേ? പിന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ചിരിക്കാനുള്ള വകയില്ലാത്തതായിരിക്കാം, എന്നാലും എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചിരിച്ച് കാണിക്കുക. അപ്പം ഭാസ്കരൻ മാഷ് ആ കാലഘട്ടത്തിൽ 1954 തന്നെ ഒരു പാട്ട് എഴുതുമ്പോൾ, മാപ്പിളപ്പാട്ട് എഴുതുമ്പോൾ, അതിന് മുമ്പേ എഴുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞണിഞ്ഞ മാമല എന്നൊക്കെ പറഞ്ഞ പാട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. അദ്ദേഹം കൊടുങ്ങല്ലൂരായതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഈ സംസ്കാരവുമായിട്ട്, അവരുടെ മാപ്പിളപ്പാട്ടിൻ്റെ സംസ്കാരവുമായിട്ട് അദ്ദേഹം അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. കൂടാതെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം നയിച്ചത്, ഒളിവിൽ കഴിഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കോഴിക്കോട് ആകാശവാണിയിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സംസ്കാരവുമായി അദ്ദേഹം കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഇമാജിനറി ഒരു ഓരോ പാട്ടിലും അവർ കാണുന്ന ബിംബങ്ങളും അല്ലെങ്കിൽ ഭാവനകളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സാധാരണ മനുഷ്യൻ പാടുമ്പോൾ നെയ്ച്ചോറ് വെച്ചതിനെ പറ്റിയൊക്കെ തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല പറയുന്നത്. വലിയ കാളിദാസൻ കാണുന്ന സ്വപ്നങ്ങളെ പറ്റിയൊന്നുമല്ല. നെയ്ച്ചോറ് വെച്ചതും മറ്റേ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പമ്പരം കറക്കുന്നതും മറ്റേ കയ്യിൽ കുത്തി നടക്കണമെന്ന് ചോദിക്കുന്നതൊക്കെ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഇമാജിനറികളാണ്. അപ്പം ആ ഒരു സെക്ഷൻ നമുക്ക് പഠനാർഹമായ ഒരു സെക്ഷനാണ്. കാരണം പി ഭാസ്കരൻ്റെ മാപ്പിള പാട്ടുകൾ നമുക്ക് പഠിക്കാവുന്ന ഒരു വിഷയമാണ്. കാരണം ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പകലവനെന്ന് മറയുമ്പോൾ എന്നിട്ട് പാട്ടുണ്ട്. പകലവനെന്ന് മറയുമ്പോൾ അകിലു പുകച്ച മൂറിക്കുള്ളിൽ പനിമതി ബിംബമോദിച്ച പോൽ പുതുമണവാട്ടി ഏഴാം ബഹറിനകൾ തൊരുകൂറിയാകും മണിമറിവാൻ കുട്ടി. അസുരവിത്ത് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. പി ഭാസ്കരൻ തന്നെയാണ് എഴുതിയത്. സിനിമ സംവിധാനം ചെയ്തത് വിൻസെൻ്റാണ്. രാഘവൻ മാഷാണ് സംഗീതവും പാടുന്നു അദ്ദേഹം തന്നെ. ഇപ്പം പി ഭാസ്കരൻ അതിൽ ഞാനിങ്ങനെ മാറി മാറി പോവുകയാണ്. പി ഭാസ്കരൻ അതിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു കവിതയാണ്. ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയിപ്പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീഥിയിൽ ഭിക്ഷയ്ക്കായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിൽ അതിനെ കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് എന്താണ്? ടാൻസന്റെ പ്രത്യാഗമനം
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കവിത എഴുതിയിട്ടുണ്ട്. ടാൻസന്റെ പ്രത്യാഗമനം. ടാൻസൻ അക്ബറുടെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ ലൗകിക ജീവിതവും മടുത്ത് അദ്ദേഹം ഉപേക്ഷിച്ച പഴയ കാമുകിയെ തേടി, ഗൗരി എന്ന കാമുകിയെ തേടിയിട്ട് അത് പിന്നെ തൻ്റെ സ്വദേശത്തേക്ക് വരികയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നോക്കിക്കോളൂ, അദ്ദേഹം പറയാം, ഞാനിതാ തിരിച്ചെത്തി മത്സഖി പോയി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീതിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടുമെന്നാദത്തിൻ്റെ ശക്തിയാലി സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്കാശയില്ലെന്നാകിലും ഞാനൊരു പരദേശി ആയിട്ട് സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ. അത് തന്നെയാണ് എടുത്ത് പാട്ടാക്കിയിട്ട് അസുരഭ്യത്തിൽ വരുന്നത്. ഞാനിതാ തിരിച്ചെത്തി. ടാൻസൻ പറയുകയാണ്, മത്സഖി പോയി പോയോരൻ ഗാനസാമ്രാജ്യത്തിൻ്റെ വീഥിയിൽ ഭിക്ഷയ്ക്കായി വീണ്ടുമെൻ നാദത്തിൻ്റെ ശക്തിയാൽ ഈ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ എനിക്ക് ആശയില്ലെന്നാകിലും ഞാനൊരു അവളുടെ ലോകത്തിൽ ഞാനൊരു പരദേശിയായിട്ട് ഈ സ്വർഗത്തിൻ്റെ കോണിലൊരയാലിൻ ഛായയിൽ ശയിച്ചോട്ടെ എന്ന് പറയും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ ലോകം, വിശാലമായ വിസ്തൃതമായ മാപ്പിളപ്പാട്ട് പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി എന്നിട്ട് ഇവിടെ എവിടെയാണ് കൊണ്ടോട്ടി ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അതിൽ ആദ്യമായിട്ടൊരു അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പേരിൽ അവാർഡ് കൊടുത്തത് പി ഭാസ്കരനാണ്. ആദ്യമായിട്ട് അവാർഡ് പിന്നെ രാഘവ മാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ എത്രയാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം. ആരെഴുതിയതാ? നമ്മളാം ജനകോടികൾ തൻ അമ്മയാകിയ ഭാരതം എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. അത് നിങ്ങൾ ഈ കൂട്ടത്തിൽ പാടുമെന്ന് ഞാൻ വിചാരിച്ചു, പാടിയില്ല. സ്വാതന്ത്ര്യ ഇതാണല്ലോ, ഇന്നിപ്പോൾ 12 2 ദിവസം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനായി. അപ്പോൾ നിങ്ങൾ ആ പാട്ട് സംഘമായിട്ട് പാടേണ്ടതായിരുന്നു. നിങ്ങൾ അന്വേഷിച്ചില്ല, ഇതൊരു ടീച്ചർ പറഞ്ഞു എന്താണ് അതിങ്ങനെ പാടിയെന്ന് മാത്രമല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു പാട്ട് വെക്കണം. ഞാൻ ഇതൊക്കെ എനിക്ക് പാടാനറിയാം, പക്ഷെ ഞാൻ പാടുന്നില്ല, സമയം പോകും. പിന്നെ ഒരു പാട്ട് എന്താ അറിയോ, ഒരു പാട്ടിൻ്റെ വരികൾ നോക്കൂ. എങ്ങനെയാണ് ഞാനൊരു എൻ്റെ ദേശത്തെ സ്നേഹിക്കേണ്ടതെന്ന് പറയുന്നത് നോക്കൂ. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാൻ അടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം എന്നാണ്. ഇതിലപ്പുറത്ത് എങ്ങനെയാണ് ഇനി പറയുക? ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും. ദേശസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നാട്ടിൽ. അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല, അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നാളെ പിന്നെ എന്നെ പിടിച്ചു വെച്ചിട്ടുള്ള പ്രശ്നമൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ദേശസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പിറന്ന തറവാടും ഞാൻ പിറന്ന ഹിന്ദു എന്നല്ല പറയുന്നത്. ഈ നാട്ടിൽ പിറന്ന ഹിന്ദു എന്നല്ല പറയേണ്ടത്. ഈ നാട്ടിൽ പിറന്ന എല്ലാവരും പാടാം ഈ പാട്ട്. ഞാൻ പിറന്ന തറവാടും ഞാൻ വളർന്ന കളിവീടും ഞാൻ അടിയും ചുടുകാടും ഭാരതം ഈ ഭാരതം. സ്വപ്നങ്ങളിൽ ഞാൻ കാണും സ്വർഗം നവഭാരതം, കൽപ്പനയിൽ കണി കാണും ദുർഗം യുവഭാരതം എന്ന് പറഞ്ഞിട്ട് പോണ പാട്ട്. പിന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ നാടോടി പാട്ടുകളുടെ നേരത്തെ എല്ലാവരും ചൊല്ലണ ഇതിൽ പാടി എല്ലാവരും ചൊല്ലണമൊക്കെ ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പാട്ടുണ്ട്, ജിഞ്ചക്കൻ താരോ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കേൾക്കാത്തവരെന്ത് ചെയ്യുക, ഈ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ഇല്ലേ, ഇപ്പം നീലക്കുയിൽ തുടങ്ങുന്ന ഭാഗം അത് ജിഞ്ചക്കൻ താരോ എന്നുള്ളൊരു പാട്ട്. ജിഞ്ചക്കൻ താരോ ജിഞ്ചക്കൻ താരോ ജിഞ്ചക്കൻ 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 താരോ തക തക എന്നൊരു പാട്ടുണ്ട്. പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ, പുഞ്ചവയൽ കൊയ്തല്ലോ കൊഞ്ചടി കൊഞ്ചടി തത്തമ്മേ, ജിഞ്ചക്കൻ താരോ എന്നൊരു പാട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയാം.
സലിൽ ചൗധരി എന്ന് പറയുന്ന സംഗീത സംവിധായകനെ എല്ലാവർക്കും അറിയാം അല്ലേ? അറിയില്ലേ? തലയാട്ടെ പരാന്ന് അതേന്ന് പറയും. ഇവരുടെ ഡിഗ്രി പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മോശം എന്നാണ് അല്ലേ? ചെറിയ കുട്ടികളെ പോലെ ആയി പോകുന്നത് പേടിച്ചിട്ടായിരിക്കും. എല്ലാം പറഞ്ഞോ, കുഴപ്പമില്ല. ഞാൻ നിങ്ങളെക്കാട്ടെല്ലാം മുതിർന്ന നിങ്ങളുടെ മുത്തച്ഛനാവാൻ പ്രായമുള്ള ആളാണെന്ന് വിചാരിച്ചാൽ മതി. പണ്ഡിറ്റ് രവിശങ്കർ കേരളത്തിലേക്ക് വരണമെന്ന് പോയി ക്ഷണിച്ചപ്പോൾ രവിശങ്കർ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ കേരളത്തിലേക്ക് ഇല്ല എന്നാണ്. എന്താ കാര്യം എന്നറിയോ? മലയാളികൾക്ക് കൈയടിക്കാൻ ഭയങ്കര മടിയാണെന്നാണ്. കാരണം ഒരാൾ അപ്പുറത്തേക്ക് നോക്കും, അയാൾ കൈയടിക്കുന്നുണ്ടോ എന്ന് നോക്കും, ഇപ്പുറത്തും നോക്കും, അടിക്കുന്നുണ്ടേ ഒന്ന് അടിക്കാം, അല്ലെങ്കിൽ മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് അടിക്കും, അല്ലെ കാലിൻ്റെ മേലെ ഇങ്ങനെ ആക്കും. എന്താ കാര്യം എന്നറിയോ? നമ്മളെന്തോ ഒരു വലിയ അപകടം ചെയ്യുന്ന മാതിരിയാണ്. മലയാളിയെ സ്വയം ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടങ്ങ് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമില്ല അതിൽ കാര്യം. എൻ്റെ തറവാട്ടിന് എന്തെങ്കിലും തകരാറ് വരുമോ എന്നൊക്കെയാണ് ആലോചിക്കുന്നത് കൈയടിക്കുമ്പോൾ. നമ്മൾ മതിമറന്നൊക്കെ കൈയടിക്കണം, അതിലൊന്നും കുഴപ്പമില്ല, ബഹളം ഉണ്ടാക്കുകയൊക്കെ വേണം. പക്ഷെ വേറുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടി ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സലിൽ ചൗധരി ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പെട്ടിട്ടുണ്ടായിരുന്നു ബോംബെയിൽ. ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് MT വാസുദേവൻ നായരാണ് അദ്ദേഹത്തെ ഒളിവിൽ താമസിപ്പിച്ചത് കോഴിക്കോട്. അക്കാലത്ത് കോഴിക്കോടൊന്നും അങ്ങനെ ബോംബെ പോലീസൊന്നും എത്തൂല. ഇപ്പം വേഗം സാറ്റലൈറ്റ് നോക്കിയിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് കേസിൽ നിന്ന് അദ്ദേഹം മുക്തനായ ശേഷം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം MTയോടൊരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഈ ജിഞ്ചക്കന്താരോ അറിയില്ലല്ലോ. ബംഗാളിയായ സലിൽ ചൗധരി എന്ന മ്യൂസിക് ഡയറക്ടർ അന്ന് മലയാളത്തിലെ ജിഞ്ചക്കൻ താരോ എന്ന പാട്ട് ചെയ്ത ആളാരാണെന്നാണ് ചോദിക്കുന്നത്. അതെന്താണെന്നറിയോ? ഈ ഫോക്ക് എന്ന് പറയുന്ന നമ്മുടെ നാടോടി സംഗീതം എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് ഒരു സാർവദേശീയതയുണ്ട്. അത് ലോകത്തെവിടെയും അതിനൊരു ത്രെഡുണ്ട്. കാരണം അത് അധ്വാനിക്കുന്നവൻ്റെയാണ്, സാധാരണ മനുഷ്യൻ്റെയാണ്. അതിൽ എത്ര ഗമകങ്ങൾ പ്രയോഗിക്കും എന്നുള്ള വിഷയമൊന്നും അവിടെ വരുന്നില്ല. മറ്റേ ഇന്ന രാഗത്തിന് ഇന്ന ഗമകം എന്നുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല. അവിടെ അവർ ജീവിതത്തിൻ്റെ ഭാഗമായി പാടുകയാണ്. അതുകൊണ്ട് അതിന് ലോകവ്യാപകമായി സാർവദേശീയമായി ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, ഒരു കണ്ണിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് രാഘവൻ മാഷും ബാബുരാജും ഒക്കെ ചേർന്ന് അവിടെ ഒരു വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ വെച്ച് ചേരുകയും ഇദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കുകയും ഇവരൊക്കെ പാടി ഓ സജ്ന എന്നുള്ള പാട്ട് കേട്ടില്ല? പാട്ട് ഓ സജ്ന സജ്ന എന്ന പാട്ടൊക്കെ സലിൽ ചൗധരി പാടുകയും രാഘവൻ മാഷ് ജിഞ്ചക്കൻ താരോ പാടുകയും ഒക്കെ ചരിത്രം MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. MT വാസുദേവൻ നായർ രാഘവൻ മാഷെ പറ്റി ഞാൻ ആ പുസ്തകം ഇക്കൂട്ടത്തിൽ ഇല്ല. രാഘവൻ മാഷെ പറ്റി ഇപ്പോൾ ഒരു പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, K. രാഘവൻ ഒരു സംഗീത വിചാരം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അതൊക്കെ. ആ പുസ്തകത്തിൽ MTയുടെയാണ് ഫസ്റ്റ് ലേഖനം. MTക്ക് അന്ന് എന്നോട് പറഞ്ഞു എഴുതാൻ കൈക്ക് വേദനയുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വരാം സാർ, അത് എനിക്കതൊരു അനുഭവമല്ലേ, അതുകൊണ്ട് ഞാൻ ആ അവസരം ഞാൻ കളയുന്ന മോശമല്ലേ. അപ്പോൾ ഞാൻ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ 9:30 തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എഴുതിയതാണ് ഞാൻ ആ ലേഖനം. അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷെ എന്താ അത്ഭുതകരമായ ഒരു കാര്യം, മലയാളം സ്റ്റുഡൻസൊക്കെ അറിയണം. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഞാൻ എഴുതിയെടുക്കുകയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അദ്ദേഹം അത് നിർത്തി, മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലത് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്ന സ്ഥലത്താണ് അദ്ദേഹം നിർത്തുന്നത്. എന്നിട്ട് വായിക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ വായിച്ചു കൊടുത്തു. ഒരു സെൻറ്റൻസിന് പോലും ഒരു വാക്കിന് പോലും ഒരു മാറ്റം ഉണ്ടാക്കാണ്ട് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കാരശ്ശേരി പറയപ്പോഴും MT നല്ല എഡിറ്ററാവുന്നത് സ്വന്തം കഥകൾക്ക് തന്നെയാണെന്ന് പറയും. സ്വന്തം കഥകൾ തന്നെയാണ് ഏറ്റവും നന്നായി അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ MN കാരശ്ശേരി പറയാറുണ്ട്. അപ്പോൾ ഈ ജിഞ്ചക്കൻ താരോ എന്നുള്ള പാട്ട് ഫോക്കാണ്. ഫോക്ക് എന്ന് പറഞ്ഞാൽ ഫോക്ക് എന്ന് പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതൊക്കെ ചില സ്റ്റഡിയൊക്കെ വരുന്നത്. ഫോക്ക് എന്ന് പറയുന്നത് നാടോടിക്കാണോ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോഴുണ്ട്. ഒരു സമൂഹത്തിൻ്റെ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ, നാടോടി എന്നർത്ഥം അതിനില്ല. അതിനോട് ഫോക്ക് മ്യൂസിക് ചേരുമ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ സംഗീതം ആയി മാറുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നൃത്തമായി മാറുന്നത്. അല്ലാണ്ട് ഒരു ഫോക്ക് എന്നുള്ളതിനർത്ഥം നാടോടിയല്ല എന്നുള്ള ഒരു വാദഗതിയും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആലോചിക്കാം അങ്ങനെ തന്നെയാണോ എന്ന്. നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മാപ്പിളപ്പാട്ടുകളുടെയും നാടോടി പാട്ടുകളുടെയും പ്രണയഗാനങ്ങളുടെയും അശരീരി ഗാനങ്ങളുടെയും കുട്ടികളുടെ പാട്ടിൻ്റെയും തമാശ പാട്ടുകളുടെയും
ഇങ്ങനെ മറ്റ് ഭക്തിഗാനങ്ങളുടെയും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെയും കൃഷ്ണ ഭക്തിഗാനങ്ങളുടെയും അങ്ങനെ നോക്കാൻ ഒരു 10ഓളം കാറ്റഗറികൾ നമുക്ക് ഈ പി ഭാസ്കറിൻ്റെ ഗാനങ്ങളെ വേർതിരിക്കാം. കൃഷ്ണഭക്തിഗാനങ്ങൾ നിങ്ങൾക്കറിയാം. കേശാദിപാദം തൊഴുന്നേൻ തുടങ്ങിയ പാട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം. മഴമുകിൽ ഒളിവർണ്ണൻ, ഗോപാലകൃഷ്ണൻ, കുടമുല്ല കൊണ്ടൊരു കുരലാരം തീർത്തു, അല്ലേ? ഹലോ, ഓരോരോ കമ്പനിക്കാരെ വിളിക്കണ്ട. കമ്പനി അവരെല്ലാം വിചാരം ഞാൻ വലിയ പണക്കാരനെന്നാ. പിന്നെ അപ്പോൾ എന്താ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാറ്റഗറി എല്ലാം നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. പിന്നെ ഈ അശരീരി ഗാനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അന്ന് അത് ഇന്നില്ല, ഇന്നാ പാട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. കാരണം ഒരാളുടെ മനസ്സ് പാടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ ചുണ്ടനക്കമില്ലാതെ എന്താണോ വൈകാരികമായ സന്ദർഭം അത് പാടുകയാണ് ഈ പാട്ടിലൂടെ. ഇപ്പോൾ ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി നീ, ഇനി എങ്ങാണി യാത്ര. വ്യർത്ഥമാം സ്വപ്നങ്ങൾ തൻ വഴിയിൽ ജീർണസത്രങ്ങൾ പോലെ അലയുമ്പോൾ, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവെച്ചു, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവെച്ചു, നീ നിന്റെ രാത്രികൾ ചിലവഴിച്ചു, കയ്യിൽ നീയേന്തുന്ന ജപമാല ആരും കാണാതെ നീയൊഴുക്കും ബാഷ്പധാര, പിന്നിൽ ശൂന്യത മുന്നിലും ശൂന്യത, പിന്നിൽ ശൂന്യത മുന്നിലും ശൂന്യത, നടുവിൽ ജീവിതമാം പ്രകേളിക, ചിത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി നീ, ഇനി എങ്ങാണി യാത്ര. ഇങ്ങനെ കുറേ പാട്ടുകൾ. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കാനോ, ദിനവും കണ്ണീര് കുടിക്കാനോ. അതുപോലെ തന്നെ വേറെ കുറേ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അശരീരിയായിട്ട് വരുന്ന, ശരീരമില്ലാത്ത എന്നതിൻ്റെ അർത്ഥം, അല്ലേ? ഏതാ കേൾക്കുന്നില്ല? പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത്. അത് ബാബുരാജ പാടുന്നത്. ബാബുരാജ് തന്നെയാണ് അത് സംവിധാനം ചെയ്തത്. പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത്, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ,
പിടിച്ചു കരയുന്ന പെണ്ണേ. ബാബുരാജ് പാടുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. പൊട്ടി തകർന്ന എന്നാ പാടുക, ഇങ്ങനെ ഒതുക്കിയല്ല പാടുക. മറ്റേ അതേ പാട്ട് യേശുദാസാണ് പാടുന്നത്. എങ്ങനെയാ പാടുക? പൊട്ടി തകർന്ന കിനാവിൻ്റെ മയ്യത്ത് എന്നാ പാടുക. ബാബുരാജ് പാടുന്നത് എങ്ങനെയാ? പൊട്ടി തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ, കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ. അതിലൊരു ഭാഗമുണ്ട്, എല്ലാ പ്രതീക്ഷയും വീണടിഞ്ഞല്ലോ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ. അപ്പൊ ബാബുരാജ് പാടുന്ന എങ്ങനെ? എല്ലാ പ്രതീക്ഷയും എന്നല്ല, എല്ലാ പ്രതീക്ഷയും വീണടിഞ്ഞല്ലോ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ, പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ. കണ്ണീർ ചൊരിഞ്ഞിട്ടും എന്തിന് കാര്യം, മണ്ണോടു മണ്ണായി കഴിഞ്ഞില്ലേ മാരൻ പൊട്ടി തകർന്ന. പിന്നെ കൈ അടിക്കുന്നതിൻ്റെ കുറച്ച് ശക്തിയായിട്ട് അടിച്ചു. പിന്നെ കാര്യം പറഞ്ഞ വാനിലെ മണിദീപം മങ്ങി. ആ പാട്ട് പ്രത്യേകിച്ച് ഈ 2 വരിയുള്ളൂ പല്ലവി. വാനിലെ മണിദീപം മങ്ങി, താരമുറങ്ങി, അമ്പിളി മങ്ങി, താഴെ ലോകമുറങ്ങി. പിന്നെ പറയുന്ന എന്തിനു കടലേ ചുടുനെടുവീർപ്പുകൾ, എന്തിനു മണ്ണിതിലുരുളുന്നു, എന്തിനു കടലേ കണ്ണീരോടെ കാറ്റിനെ നോക്കി കരയുന്നു വാനിലേ. ഒരു രാഘവമാഷ് തന്നെയാണതും. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ രാഘവമാഷെ പറ്റിയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റ്, നമ്മളൊരു പാട്ടെഴുത്തുകാരനെയാണ് പഠിക്കുന്നത്, മ്യൂസിക് ഡയറക്ടറല്ല. മ്യൂസിക് ഡയറക്ടർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്, എങ്ങനെയാണ് ഒരു വരികളെ സമീപിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ട്യൂൺ ഇട്ടിട്ട് എഴുതുന്ന ഒരു രീതി ആയതുകൊണ്ട് പലപ്പോഴും അത് ദേവരാജ മാഷോട് ഒരിക്കൽ KPSCയിലെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് ദേവരാജ മാഷോട്, ഈ നാടക ക്യാമ്പിൽ നിന്ന് ഒരാൾ ചോദിച്ചു, അത് ചാക്കോ സാറിനറിയാം, കാരണം ഈ നാടകക്കാർ ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ സ്ഥലത്തും കേരളത്തിലുടനീളം. അപ്പോൾ അതായത് ഉത്തരം എവിടെ നിന്നും കിട്ടൂല, കിട്ടിയാലും അവർ പിന്നെ അടുത്ത ക്യാമ്പിലും അത് തന്നെ ചോദിക്കും. അതെ, അപ്പോൾ പിന്നെ അത് ഒരുപാട് ക്യാമ്പൊക്കെ നടത്തിയിട്ടുള്ള ആളാണല്ലോ, അതുകൊണ്ടറിയാം. പിന്നെ ഞാൻ ആ ക്യാമ്പിൽ ദേവരാജ മാഷോട് ചോദിച്ച ഒരാൾ ചോദിച്ചു, മാഷേ ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുന്നതാണോ നല്ലത്? അപ്പം മാഷ് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതായത് ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതിയില്ല. അപ്പം ഇവന് സംശയം മതിയായില്ല, അപ്പോൾ പൂർത്തിയായില്ല. അപ്പം പിന്നെയും ചോദിച്ചു, മാഷേ മാഷക്ക് മനസ്സിലായിട്ടില്ല എന്നാ പുള്ളി വിചാരിച്ച്. പുള്ളി പറഞ്ഞു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത്, അപ്പം മാഷ് പറഞ്ഞു, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ടി പി സുകുമാരനാണ് അന്നത്തെ ക്യാമ്പ് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനല്ലേ ഉള്ളൂ, നീ ഒരു നാടകക്കാരനല്ലേ, എൻ്റെ മാഷ് പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കൂടെ? മാഷ് പറഞ്ഞാൽ അതിനർത്ഥം താല്പര്യമില്ല എന്നാണ്. ആ വരികളെ പിന്തുടർന്ന് പോകുന്ന ഒരു രീതി പഴയ കാലത്തെ രീതിയിലാണ് ദേവരാജ മാഷും രാഘവ മാഷും ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത്, ബാബുരാജും ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണേൽ 100 കണക്കിന് ഈണങ്ങൾ വേണേൽ അവരുടെ മനസ്സിൽ വിരിയും. പാട്ട് എഴുത്തുകാരനാണ് ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ അതല്ലാതെ എന്തൊക്കെ താളങ്ങളിൽ വ്യത്യാസമുണ്ടോ, പി ഭാസ്കരനൊക്കെ പാട്ട് എഴുതുമ്പോൾ എനിക്ക് അത് കണ്ടിട്ടുണ്ട് ഞാൻ. പി ഭാസ്കരൻ്റെ പാട്ടിൽ അദ്ദേഹം താളങ്ങൾ എവിടെയൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. ഇവിടെ മീറ്റർ ചേഞ്ച് എന്ന് എഴുതി വയ്ക്കും.
ഞാനങ്ങനെ എനിക്ക് പാട്ട് അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്, ഒരു നാടകത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ കൃത്യമായ താളബോധത്തോടു കൂടിയാണ് അവർ എഴുതുന്നത്. എവിടെയൊക്കെ ഒരു പാട്ടാവണം എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ താളങ്ങൾ ചേഞ്ച് ചെയ്യണം, ആ ചേഞ്ച് എങ്ങനെയൊക്കെ വരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അവരൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ്, അതായത് കവി എന്നുള്ള അതിൻ്റെ സർഗാത്മകമായ ഒരു വശം മാറ്റി നിർത്തിയിട്ട് പാട്ടെഴുത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രാഫ്റ്റിലേക്ക് വന്നാലും, പി ഭാസ്കരനെ പറ്റി രാഘവ മാഷ് പറയുന്നത്, പി ഭാസ്കരൻ്റെ പാട്ടിലേക്ക് എനിക്കൊന്ന് നോക്കിയാൽ മതി എന്നാണ്. ഒരു ഈണം അവിടെ ഉണ്ട്, അത് ഞാൻ എടുത്താൽ മതി എന്നാണ്. അല്ലാതെ ഞാൻ അതിൻ്റെ മേലെ ഒരുപാട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് നോക്കിയാൽ മതി, ആ പാട്ടിൽ അത് ഉണ്ടാവുന്ന. മാഷ് എന്നോട് മാഷോട് എനിക്കൊരു 10-30 വർഷക്കാലം ഒരുമിച്ച് നടന്നതിൻ്റെ ഒരു ബന്ധമുണ്ട്. അത് മാഷെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നെ എല്ലാവരും പറയുക കെ രാഘവൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറയും, പക്ഷേ എന്നെ അദ്ദേഹം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിരീക്ഷിച്ച് പഠിച്ചതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ദ്രോണാചാര്യയിൽ നിന്ന് എങ്ങനെയാണോ ഏകലവ്യം പഠിച്ചത്, ഏകലവ്യം പഠിക്കുന്നത് ദ്രോണാചാര്യർ നേരിട്ടൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, പക്ഷേ ഏകലവ്യം വലിയ ശസ്ത്ര വിദ്യ അറിയുന്ന ആളായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ അങ്ങനത്തെ ഏകലവ്യനാണെന്നല്ല പറയുന്നത്, ഈ അർത്ഥത്തിൽ മാത്രം. പിന്നെ മാഷ് എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാൻ എല്ലാം പഠിച്ചത് മാഷിൽ നിന്നാണ്. അതൊരു നിരീക്ഷണമാണ്. മാഷ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് വരുന്നത്, അല്ലെ പി ഭാസ്കരൻ്റെ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ മാഷ് എങ്ങനെയാണ് അതിൽ പ്രയോഗിക്കുന്നത്, എങ്ങനെയാണ് സംഗീതത്തെ പ്രയോഗിക്കുന്നത്, എവിടെയൊക്കെ സ്വരസ്ഥാനങ്ങൾ വെക്കുന്നു, എവിടെയൊക്കെ എന്തിലൊക്കെ പിന്നെ സ്ഥായികൾ നിശ്ചയിക്കുന്നു, ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ബേസിക് ശ്രുതി ഇട്ടിട്ട് ആ ശ്രുതിക്കനുസരിച്ച് ഒരു രാഗം വെച്ച് ഒരു ട്യൂണ് മനസ്സിൽ വരുന്ന പാടുന്നതല്ല, എവിടെയൊക്കെ വെക്കണം. ആ നമ്മൾ മന്ത്രസ്ഥായിയുണ്ട്, താരസ്ഥായിയുണ്ട്, മധ്യസ്ഥായിയുണ്ട്. ഈ സ്ഥായികളിൽ എവിടെയൊക്കെ ആദ്യത്തെ വാക്ക് വെച്ചാൽ മാത്രമേ, ഇപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞു, എൻ്റെ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു, അത് പി ഭാസ്കരൻ എഴുതിയതല്ല, രാഘവ മാസ്റ്ററാണ്. കണ്ണീർ പുഴ, ഇത് പി ഭാസ്കരൻ്റെത്, ഞാൻ പാടിയൊരു പാട്ടിന്. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. നോവും തിന്നു നോമ്പും നോറ്റു. ഇപ്പൊ നമ്മൾ പാടുന്നവർ ശ്രദ്ധിക്കേണ്ട എന്താ, നോമ്പും നോറ്റു എന്നൊന്നും പാടരുത്. കാരണം അങ്ങനെ പാടാൻ രാഘവ മാഷക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല അദ്ദേഹം അങ്ങനെ പാടാതിരുന്നത്. നോമ്പും നോവും നോവും പാടിക്കൂടെ. നോമ്പും നോറ്റു രാവും പകലും ഞാൻ കാവൽ കാത്തു, കാവൽ കാത്തു എന്നൊന്നും പാടാൻ പാടില്ല. മുല്ലൈ കീല വന്നു പൂവന്നു തേൻ വന്നു, മുല്ലൈ കീല വന്നു പൂവന്നു തേൻ വന്നു, പൂവായ പൂവെല്ലാം ഞാനറുത്തു. കണ്ണീർ പുഴയുടെ അക്കരെ. മാഷിത് പറഞ്ഞു തരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കണ്ണീർ പൂവിൻ്റെ, അപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ണീർ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണീർ പൂ പാടിപ്പോവും. കാരണം എന്തായാലും മനസ്സിലാതുള്ളത് കൊണ്ട്. അപ്പോൾ മാഷ് എവിടെയാണ് അത് ഫിക്സ് ചെയ്യുന്നത് നോക്കിക്കോ, ആ സ്ഥിരസ്ഥാനം. കണ്ണീർ മേലോട്ടാക്കിയിട്ടാണ് പാടുന്നത്. ഇനി താനേ മോഹിച്ച മോഹങ്ങൾ കൊണ്ടൊരു താമര നൂലു ഞാൻ നൂറ്റെടുത്തു. തിങ്കൾ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞാൻ എൻ്റെ മംഗല്യ പൂമാല കോർത്തെടുത്തു. കണ്ണീർ പുഴയുടെ 500ഉം 300ഉം രാവുകൾ പോയപ്പോൾ കണ്ണീരാറ്റിൽ വെള്ളപ്പൊക്കം, മാടവും
പാടവും മുല്ലയും മുങ്ങിപ്പോയി അമ്പിളി പൊൻവിള കാടിക്കേറ്റു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. ഇത് ഞാൻ തന്നെ പാടിയിട്ടുള്ള പാട്ടാ. ഞാൻ പി ഭാസ്കറിൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് അദ്ദേഹത്തെ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടാവാം ആ പാട്ട് എന്നിൽ വന്ന് ചേർന്നതും. വേറെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്താലൊന്നും കിട്ടൂല. എന്നോട് കൂടി ചിലപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ട് വായിപ്പോവും ഈ പാട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കമ്പോസിങ് എന്ന് പറയുന്നതിൽ ഇടപെടുന്ന ആളുകളും ഈ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാവുന്നത്. ഇപ്പോൾ രാഘവ ഭാസ്കര മാഷിൻ്റെ ഒരു പാട്ടെടുത്തത്, തിരുവേഗപുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയക്കിനാവു കണ്ടു. മകയിരപ്പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നൂഞ്ഞാലാടിയാടി. തരരാര തനനാന തരനാന തരരാര തരരാരീരരീരണ്ടേ. തന്നെയാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു നമ്മുടെ നാട്ടിൽ വേറൊരു പാട്ടുശാഖ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്താ അറിയോ? ഈ പ്രേതങ്ങൾ പാടല്. പ്രേതങ്ങൾ പാടുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രേതങ്ങൾ പാട്ട് പാടുന്ന? പ്രേതങ്ങളിങ്ങനെ വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ പാടിക്കൊണ്ട് പോകുന്ന ഒരു പാട്ടുശാഖ. അങ്ങനെയുണ്ടോ? അത് ലോകത്തെല്ലാം ഉണ്ട് ഇങ്ങനെ ഫാൻറ്റസി ആയിട്ടില്ലേ, ഒരു വിഭ്രമാത്മകമായ ഒരു ലോകത്തിലെ ഒരു പാട്ട്. അപ്പം അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് നീലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ പാടി പാടി നീലാവിൻ്റെ പൂങ്കാവിൽ. പിന്നെ വരുന്ന മ്യൂസിക്കൊക്കെ ഭയങ്കര ഹൊററാണ് അല്ലേ? എന്താ ഞാൻ പ്രേതാന്നാണെന്ന് പറഞ്ഞേ? ഞാൻ ശരിക്കുള്ള ആൾ തന്നെ കേട്ടോ, പ്രേതല്ല. കരിമുകിലൻ പൂവേണി മനൻ മധുവാണി തരതരരരേ തരതേതേരന്തമുറുക്കാനും മണിമാറിൽ ഞാനും ഇന്നു രാത്രി ശിവരാത്രി മദനോത്സവ ശുഭരാത്രി നീലാവിൻ്റെ താഴോട്ടാ നീലാവിൻ്റെ പൂങ്കാവിൽ. അപ്പം എന്താണത്? ആ പ്രേതം പാടുന്ന മാത്രം അങ്ങനെയായിട്ടെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം വേറെ പല പ്രേതങ്ങൾ പാടുന്ന നിഴലായി എന്നെല്ലാം പറഞ്ഞിട്ടാണ് അല്ലേ, എൻ്റെ പിറകെ പ്രതികാര ദുർഗ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഒരു ഭയങ്കര വേറൊരു സ്റ്റൈൽ പാട്ട്? എന്താണെന്നറിയോ? ഈ പ്രേതം ഒരു സവർണ പ്രേതമാണ്. കാരണം തിരുവാതിര കളിയും മറ്റേ കൈകൊട്ടി കളിയും അതൊക്കെയുള്ള ഒരു സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പ്രേതായപ്പോൾ അവൾ അങ്ങനെ മുകിലൻ പൂവേണി എന്ന് പാടുന്നത് ഞാൻ വിചാരിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് തമാശയായിട്ട് ആലോചിച്ച് പോവാം. പിന്നെ
ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുട്ടിക്കുപ്പായത്തിൻ്റെ പാട്ടൊക്കെ ഇവരെ പാടി, കുട്ടിക്കുപ്പായത്തിലെ പാട്ടൊക്കെ പാടി. കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും മാപ്പിളപ്പാട്ടുകളുടെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാക്കിയ പാട്ടുകളാണ് അതിലുള്ളത്. അതിലാണോ സുബൈദയിലാണോ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഒരു പാട്ടുണ്ട്, കല്യാണ രാത്രിയിൽ എന്നിട്ട് പാട്ട്. എങ്ങനെയെന്ന് അറിയാം പാട്ട്? നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴത്തെ അത്തരം പെൺകുട്ടികളൊക്കെ കാണാൻ ഇപ്പോൾ പണിയാണ്. ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പിന്നെ ഒരു കല്യാണ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികൾക്കത് സ്വരൂപിക്കാൻ പറ്റും തോന്നില്ല. ഇപ്പം കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. പിന്നെ നോക്കിക്കോ, ഈ പരിഭ്രമമുണ്ടായ പെൺകുട്ടിക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കിക്കോ. കാണാതിരിക്കുവാൻ ഞാൻ കൊതിച്ചു, പിന്നെ കതകിൻ്റെ പിന്നിൽ പോയി ഞാൻ ഒളിച്ചു, കല്യാണപ്പിറ്റേന്ന് കാണാതിരുന്നപ്പോൾ നീറി കൽബ് നീറി, ഞാനോ സ്നേഹം കൊണ്ടാളാകെ മാറും. ഒറ്റ രാത്രിയുണ്ട്. അപ്പോൾ ആലോചിക്കാൻ പിക്ചർ ഉണ്ടാക്കും, ഒരു ചിത്രം. അതിൻ്റെ മേലെ നമ്മളൊരു ക്യാമറ വെച്ചു കൊടുത്താൽ മാത്രം മതി, അല്ലാതെ നിങ്ങൾ വേറെ അഭിനയിപ്പിക്കൊന്നും വേണ്ട. ഈ പാട്ടിൻ്റെ മേലെ ഒരു ക്യാമറ വെച്ചു കൊടുത്താൽ ആ ചിത്രം മുഴുവൻ നമുക്ക് ഒപ്പിയെടുക്കാം. ഇങ്ങനെ അങ്ങനെ ആ കാര്യം പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം സമയത്തിൻ്റെ വിഷയമുണ്ട്. നിങ്ങളെ മുഷിയും അയാളെ മുഷിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എന്നെ ഈ വഴിക്ക് കാണുമ്പം പറയുവൻ ഞങ്ങളുടെ കുറേ സമയം പോക്കിയ ഒരു കക്ഷിയാണ് ഈ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാതെ ടീച്ചറിനോട് നാടകഗാനങ്ങളെ പറ്റി പറയാൻ കൂടി പറഞ്ഞിരുന്നു. നാടകഗാനങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വിഷയമാണ്. അതൊരു ഇതുപോലെ ഒന്നിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. നാടകഗാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യകാലത്തെ സംഗീത നാടകങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞുള്ള നമ്മൾ ജനകീയ നാടകങ്ങൾ വരുന്ന കാലഘട്ടം മുതലുള്ള പാട്ടുകൾ നമ്മൾ പലപ്പോഴും കൊണ്ടു നടന്നിട്ടുള്ളൂ. ബാക്കി പാട്ടുകൾ ഇപ്പോൾ വിദ്വാൻ പി കേളുനായരുടെയോ അല്ലെങ്കിൽ മഹാകവി കൂട്ടമത്തിൻ്റെ പാട്ടുകളൊന്നും ഇപ്പം പലപ്പോഴും ഇല്ല. സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ, എന്നാളും ഹാ മറക്കാമോ എന്നൊക്കെ വിദ്വാൻ പി കേളുനായരുടെ പാട്ടുകളുണ്ട്. വിദ്വാൻ പി കേളുനായർ മഹാത്മാഗാന്ധി കാഞ്ഞങ്ങാട് അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ചെല്ലുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനുവേണ്ടി വിദ്വാൻ പി കേളുനായർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹാത്മാജി പോകുന്നില്ല. മഹാത്മാജി യാത്ര മധ്യേ അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റിവെച്ചിട്ട്, കേരള യാത്ര മാറ്റിവെച്ച് അദ്ദേഹം ബോംബെയിലേക്ക് പെട്ടെന്നൊരാവശ്യത്തിന് പോകേണ്ടി വന്നുകൊണ്ട് പോവുകയാണ്. അതിൽ അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആർഭാടങ്ങൾ, വെടിമരുന്നും അങ്ങനെയുള്ള പടക്കങ്ങളൊക്കെ വെച്ചിട്ട് വലിയ വലിയ ആഘോഷമായിട്ടായിരുന്നു അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ഇന്നത്തെ കാഞ്ഞങ്ങാട്ടുകാർ തീരുമാനിച്ചത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്വാൻ പി കേളുനായർ അന്ന് പറയുന്നത് നോക്കുക. എന്തിനാണ് ഈ വെടിക്കെട്ടുകൾ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്? എന്തിനാണ്? ഇന്ത്യൻ ജനതയുടെ കാത് അടഞ്ഞു കിടക്കുകയില്ലേ, ആരെ കേൾപ്പിക്കാനാണ് ഇതെന്ന് ചോദിക്കുന്നത്. ഇന്ത്യൻ ജനതയുടെ കാത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്, പിന്നെ ആരെ കേൾപ്പിക്കാനാണ് നിങ്ങൾ ഈ ഈ ഇത്തരം കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്? വിദ്വാൻ പി കേളുനായർ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നാടകഗാനങ്ങളുടെ KPSC, കാളിദാസ കലാകേന്ദ്രം, പിന്നെ അത് വന്ന് പിന്നെ ഈ മധ്യ കേരളത്തിലെ നമ്മൾ പി ജെ ആൻ്റണിയെ പോലുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകൾ, മട്ടാഞ്ചേരി മറക്കല്ലേ എന്ന് തുടങ്ങിയ മറ്റു പാട്ടുകൾ, അതുപോലെ കോഴിക്കോടൻ നാടകവേദിയിലുണ്ടായിട്ടുള്ള KT മുഹമ്മദിൻ്റെ പാട്ടുകൾ. KT മുഹമ്മദിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പം പല മാപ്പിളപ്പാട്ട് ഇനങ്ങളിലാണ്. പലപ്പം പൊത്തുമുടി നാരേഴായി കീറിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിൽ നടക്കണമെന്നല്ലേ പറയുന്നത് മരിച്ചു ചെന്നിട്ട്, ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയ പാട്ടുകളൊക്കെ കോഴിക്കോടൻ നാടകവേദിയുടെ ആയിട്ടുണ്ടായി. പക്ഷെ ഇതെല്ലാം ചരിത്രങ്ങളാണ്. നാടക ചരിത്രത്തിലെ പാട്ടുകളല്ല, പാട്ടുകളുടെ ചരിത്രത്തിലെ പാട്ടുകളുമല്ല, മറിച്ച് നമ്മുടെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളാണ്. മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ, അത് എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട്. വെട്ടിപ്പട്ടതിരിപ്പാടും പറഞ്ഞത് താൻ എഴുതുന്ന ലഘുലേഖകൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് എഴുതുന്നത്, പക്ഷേ അത് വായിക്കാൻ സ്ത്രീകൾക്ക് അറിയില്ല. അപ്പോൾ അവരെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് KTയും മുസ്ലിം സ്ത്രീകളെ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതാണ് കറുത്തോർ അടുക്കള വിറ്റ് പടയ്ക്ക് പുറത്തിറങ്ങണമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നാടകഗാനങ്ങളുടെ ഒരു ലോകം പരിശോധിച്ചാൽ നമുക്ക് വളരെ പലതിനെപ്പറ്റി ഞാൻ ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കിയാൽ ചെറിയ സൂചനകൾ കിട്ടും, അത് നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാം.
അതല്ലാതെ ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലാത്തതുകൊണ്ട് അല്ല മുഴുവനായിട്ടൊന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ ചരിത്രമൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ സൂചനകൾ എങ്ങനെയാണ് നാടകപ്പാട്ടുകളുടെ ഒരു സ്വത്തും മാറിപ്പോയത്, ഐഡൻറ്റിറ്റി. നാടകപ്പാട്ട് കേട്ടാൽ ഇപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് നേരെ മറിച്ച് KPSCയുടെ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആ റൂട്ടിലെ പാട്ടുകൾ കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് നാടകഗാനം കേട്ടാൽ സിനിമ പാട്ട് പോലെ തന്നെയാണ്, അതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ധാരാളം. പിന്നെ എന്താ അതിനകത്തൊരു, പിന്നെ സമയം പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. മറ്റു പ്രധാനപ്പെട്ടൊരു കാര്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രാദേശികത എന്ന് പറയുന്ന ഒരു കാര്യം, ദേശീയത അല്ലെങ്കിൽ പ്രാദേശികത എന്നൊക്കെ ഇതൊക്കെ ചർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ചർച്ചയുള്ള കാര്യമാണ്. അപ്പോൾ P. ഭാസ്കരൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഈ പ്രാദേശികതകൾ ചേർന്ന ഒരു ദേശീയതയാണ്, അല്ലാണ്ട് ഒരു ദേശീയത എന്ന രീതിയിലല്ല. അതുകൊണ്ട് പ്രാദേശിക ഭാഷകളെ അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഭാഷകളെ അദ്ദേഹം പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ആയിരത്തി 1959 നാടോടികൾ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയൊരു പാട്ട്. ആ പാട്ടിനെ കുറിച്ച് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, നമുക്ക് വടക്കൻ കേരളത്തിനൊരു ഭാഷയുണ്ട്. ഇപ്പം മാമുക്കോയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഭാഷയാണ്. കോഴിക്കോട് നിന്ന് വടക്കും കാസർഗോഡൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മലയാളമാണോ എന്ന് തന്നെ സംശയം തോന്നും. പിന്നെ മധ്യ കേരളത്തിലൊരു ഭാഷയുണ്ട്, തൃശ്ശൂർ, എറണാകുളം, ഇതിൽ. തിരുവനന്തപുരത്തെത്തി കഴിഞ്ഞാൽ വേറൊരു ഭാഷയുണ്ട്. ഇതിലൊക്കെ നമുക്കിപ്പോൾ ഇന്നസെൻ്റ് ആയാലും മറ്റേ ജഗതി ആയാലും ഇവരൊക്കെ ആ ഭാഷകളൊക്കെ നമ്മുടെ സിനിമകളിലൊക്കെ കൈകാര്യം ചെയ്തിട്ട് അപ്പം നമുക്കറിയാം ഇപ്പോൾ ആ ഭാഷകളെക്കുറിച്ച്. പക്ഷെ P. ഭാസ്കരൻ ചെയ്യുന്നത് ഈ 3 ഭാഷകളും കൂടി ഒരു പാട്ടിൽ കൊണ്ടുവരികയാണ്. ഒരു പാട്ടിൽ 3 സ്ഥലത്ത് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോവുകയാണ്. ആദ്യം തെക്കൻ കേരളത്തിലാണ് പോകുന്നത്. അപ്പോൾ അയാൾ പറയാണ്, തെക്ക് 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 ഞമ്മള് പെണ്ണിനെ കണ്ട് നിക്ക് നിക്ക് പൊന്നേ കണ്ണേ എന്ന് പറഞ്ഞ് ഒക്കത്തില്ല, മിണ്ടത്തില്ല, കാണത്തില്ല എന്ന് പറഞ്ഞ് നാക്കുകൊണ്ടൊരു പെടപെടച്ച് നടന്ന് പെണ്ണ്. നാക്കുകൊണ്ട് പെടപെടച്ച് നിന്ന് നമ്മൾ പറയും, ഇവിടെ പറയില്ല, വടക്കൻ കേരളത്തിൽ പറയില്ല. തെക്ക് 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 ചെന്നൊരു പെണ്ണിനെ കണ്ട് ഞമ്മള് പെണ്ണിനെ. ഈ പാട്ട് ചെയ്താരാന്നറിയോ? V. ദക്ഷിണാമൂർത്തിയാ. നിക്ക് നിക്ക് പൊന്നേ കണ്ണേ എന്ന് പറഞ്ഞ്. അപ്പൊ അവള് ഒക്കത്തില്ല, മിണ്ടത്തില്ല, കാണത്തില്ല എന്ന് പറഞ്ഞ് നാക്കുകൊണ്ടൊരു പെടപെടച്ച് നടന്ന് പെണ്ണ്. ഇനി എവിടെയാ പോകുന്നത്? ഞങ്ങളുടെ നാട്ടിലേക്ക്, വടക്കൻ. വടക്ക് 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 പോയൊരു പെണ്ണിനെ കണ്ട് ഞമ്മള്. ചിലപ്പോൾ ഇതിനൊരു പരിഭാഷ ആവശ്യമുണ്ടാവും. പെണ്ണിനെ കണ്ട് എനക്ക് പ്രേമം പെരുത്തു പോയെന്നവളോടു പറഞ്ഞ് വരുന്നില്ലപ്പാ കിനോളി വേഗം എന്ന് പറഞ്ഞ് വൈരം കൊടുത്തിട്ട് സുന്ദരി പെണ്ണ് പാഞ്ഞ് മറഞ്ഞ്. വൈരം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബഹളം വെച്ചിട്ട് വൈരം കൊടുക്കാന്ന് പറയും. ഇപ്പം ആരും അത് ഉപയോഗിക്കില്ല. ഇപ്പം ഭയങ്കര പരിഷ്കരിച്ചുകൊണ്ട് ആരും ഉപയോഗിക്കില്ല. അപ്പം ഇങ്ങനെ വടക്ക് 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 പോയൊരു പെണ്ണിനെ കണ്ട് ഞമ്മള് പെണ്ണിനെ കണ്ട് എനക്ക് പ്രേമം പെരുത്തു പോയെന്നവളോടു പറഞ്ഞ് വരുന്നില്ലപ്പാ കിഞ്ഞോളി. കിഞ്ഞോളി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഇറങ്ങിക്കോന്ന്. കിഞ്ഞോളി വേഗം എന്ന് പറഞ്ഞ് വൈരം കൊടുത്തിട്ട് സുന്ദരി പെണ്ണ് പാഞ്ഞ് മറഞ്ഞ്. ഇനി എവിടെയാ ബാക്കി? നടുക്ക് 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 ചെന്നൊരു നാരിയെ കണ്ട് ഞമ്മള് നാരിയെ കണ്ട് തടുത്തു നിർത്തി തേനിൽ മുക്കിയ വാക്ക് പറഞ്ഞ് എന്തുട്ട നിങ്ങൾ എന്നെ കെട്ടിക്കേറണ എന്ന് പറഞ്ഞ് പണ്ടാറടങ്ങട്ടെ എന്ന് ശപിച്ചവൾ നാട് കടന്ന്.
ആലോചിച്ച് നോക്കിയേ, രചനയുടെ ഭംഗിയൊക്കെ ഇതൊരു തമാശയായിട്ട് പറയേണ്ടതല്ലല്ലോ ഭാഷ. ഇപ്പോൾ നടുക്ക് 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 ചെന്നൊരു നാരിയെ കണ്ട്, നമ്മൾ നാരിയെ കണ്ട് തടുത്ത് നിർത്തി നേനിൽ മുക്കിയ വാക്ക് പറഞ്ഞ്, എന്തുട്ട നിങ്ങൾ മേക്കെട്ട് കയറണ എന്ന് പറഞ്ഞ്, പണ്ടാറടങ്ങട്ടെ എന്ന് പറഞ്ഞവൾ, എന്ന് ശപിച്ചവൾ നാട് കടന്ന് തെക്ക്. എന്നിട്ടും പെണ്ണ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഈ ഭാഷാപരമായ വ്യത്യസ്തതകളെ, പ്രാദേശികതകളെ ചേർത്ത് ഒരു ദേശീയ ഭാഷയാക്കിയിട്ട് ഒരു മാറ്റമാണ് ഭാസ്കര മാഷ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ നാളികേരത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള പാട്ടിലെ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു എന്നുള്ള പാട്ടിലെ നിങ്ങളയക്കോ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ പെണ്ണിനെ? എന്താണ്? നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് എന്നാണ്. ചാമ്പക്ക ചുണ്ടുള്ള ചന്ദനക്കവിലുള്ള ചാട്ടുളിക്കണ്ണുള്ള പെണ്ണുണ്ടെന്നാണ് അന്നത്തെ അതിൻ്റെ ആലോചനകൾ അങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് മറ്റേ പാട്ടും കാത്തിരിപ്പാണ്. അതാണ് മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് എനിക്ക് തോന്നുന്നു മലയാളം എന്നൊരു നാട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭാസ്കര മാഷായിരിക്കും പ്രയോഗിച്ചിട്ടുണ്ടാവുക. കേരളം എന്നല്ലാതെ മലയാളം പറഞ്ഞൊരു നാട്. കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്, കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഈ തുറക്കാത്ത വാതിൽ എന്ന് പറയുന്ന സിനിമയിൽ മദ്രാസിലാണ് ഈ കഥാപാത്രം, ഈ പാടുന്ന കഥാപാത്രം, അതായത് പ്രേംനസീറിൻ്റെ കഥാപാത്രമാണ് എൻ്റെ ഓർമ്മ. ഈ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അപ്പോൾ എന്താണ്, ഈ വടക്കൻ കേരളത്തിലൊരു പെൺകുട്ടിയാണ് ഇയാൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ അയാൾ പറയുന്ന പിന്നെ എന്താണ്, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീയുന്നും. അപ്പോൾ അന്ന് മദ്രാസ് മെയിലുണ്ട്, മദ്രാസ് മെയിൽ അന്നുണ്ട്. അപ്പോൾ മദ്രാസ് മെയിൽ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും നീ പിന്നെ മുറ്റത്ത് നീയെന്ന് പറഞ്ഞാൽ മദ്രാസ് മെയിലേ ഉള്ളൂ. ഇന്നത്തെ പോലത്തെ വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ കല്ലുവെട്ടാങ്കുഴിക്ക് അക്കരെ വെച്ചെന്നോട് ഉള്ളു തുറന്നതിൻ സ്നേഹമേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ മാമലകൾക്കപ്പുറത്ത് നിന്നുള്ള പാട്ട് പാടുന്ന ആരാന്നറിയാമോ? അത് പാറപ്പുറത്തിൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന നോവലിലെയാണ്. ആ നോവലാണ് അതിൻ്റെ ആധാരം. അത് പട്ടാള ക്യാമ്പിലാണ്, ഉത്തരേന്ത്യയിലെ പട്ടാള ക്യാമ്പിന്. അയാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരാനാവില്ല. അപ്പം അയാൾ പറയുന്നത് അറിയാം, മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്നാണ്. ഒറ്റ ദിവസം കൊണ്ടോ വിചാരിച്ചപ്പോഴൊക്കെ പ്രാണസഖീനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വരാൻ സാധ്യമല്ല. അപ്പം അദ്ദേഹം പാടുന്നത് എന്താണ്? മധുരക്കിനാവിൻ്റെ, മറ്റയാൾ പറയുന്ന ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഇയാളെ മനസ്സെപ്പോഴും ഈ തീവണ്ടി പോകുന്നതിന് പോലെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റേത് ഒരു സ്വപ്നം മാത്രമാണ്. പറയാണ്, മധുരക്കിനാവിൻ്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്ന് പറയാണ്. രണ്ടും കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് പറഞ്ഞാൽ വേറെയും കാത്തിരിപ്പുകളുണ്ട്. അതാണ് അഞ്ഞനെ കണ്ണെഴുതി ആലിലെ താല് ചാർത്തി അറപ്പുരവാതിലെ ഞാൻ കാത്തിരുന്നു എന്ന് പറയുന്ന വടക്കമ്പാട്ടിൻ്റെ ഒരു കാലഘട്ടത്തിലെ പെണ്ണാണ്. മുടിമേലെ കെട്ടിവെച്ചു, തുളുനാടൻ പട്ടുടുത്തു, മുക്കുറ്റി ചാന്ത്, ഏതെങ്കിലും ഒരു പദം വടക്കമ്പാട്ടിൽ അല്ലാത്ത ഉണ്ടെന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. തൂശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു, പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ, ഇതൊക്കെ വടക്കമ്പാട്ടിലെ വാക്കുകളാണ്. ഇതേ കാത്തിരിപ്പ് പി ഭാസ്കരൻ കുഞ്ഞാലി മരക്കാരിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? മുറ്റത്ത് പൂക്കണ മുല്ലത്തോടിയിൽ മുട്ടിച്ചേരിപ്പിൻ്റെ ചെത്തം കേട്ടപ്പോ ഞെട്ടിപ്പിടഞ്ഞതെന്തേ കൽബിലെ കുട്ടി പനങ്കിലിയേ. ശബ്ദം കേട്ടപ്പോ പഠിച്ച ഒരു കുട്ടി ഭാർഗവി, അവർക്ക് നൃത്തത്തിനോട് താല്പര്യമുണ്ട്, അവർക്ക് സാഹിത്യത്തോട് താല്പര്യമുണ്ട്, അവർക്ക് പ്രസംഗത്തോട് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു കുട്ടി സാഹിത്യത്തിൽ പാടുന്നതിനാണ് വാസന്ത പഞ്ചമിയാണ് വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിലും ഇടിയും നട്ട് കാത്തിരുന്നു. മൂന്ന് കാത്തിരിപ്പിന്നെ ഇങ്ങനെ നമ്മൾ ഈ വൈവിധ്യം ഈ ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ട് ശാഖയിലെ വൈവിധ്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ തന്നെ
വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ വിരിയുന്ന കാത്തിരുന്നു ഞാൻ. വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നടഞ്ഞു, വന്നയില്ലൻ കണ്ണിൻ മുന്നിൽ ഈ കുട്ടി വരേണ്ടയാൾ മാത്രം എന്ന് പറയുമ്പോൾ, കിളിവാതിൽ വിഴിയുന്നിട്ട് രാജ്യം എന്ന് പറയുമ്പോൾ, വടക്കമ്മയുടെ പെണ്ണെന്ന് പറയുന്നത് കള്ളരകൻ പണ്ഡിതാണ്. കവിതയിലെ അദ്ദേഹത്തിന്റെ രചന സവിശേഷതയാണ് കള്ളന് പെണ്ണുണ്ടെന്ന്. അവള് പല ത്രിമൊക്കെ കള്ളനെ വിളിക്കുന്നത്. അല്ലാണ്ട് അവളെ ഹൃദയത്തെ ചോർന്നെടുത്ത ഹൃദയ ചോരമായിട്ടില്ല കള്ളനെ വിളിക്കുന്നു. അത് വന്നില്ല. മറ്റുള്ളവരെന്താ വന്നില്ല കണ്ണിന് മുമ്പിൽ വരേണ്ട ആളുണ്ട്. അപ്പൊ കുറച്ച് കവിതയൊക്കെ അല്ലേ. പിന്നെ ഓരോ കാലടി ശബ്ദം ചിത്രം സങ്കല്പിക്കും. ഭാഗ്യവി ദിനത്തിലെ ചിത്രീകരണം വിട്ടിട്ടുണ്ട്. നമ്മൾ ചിത്രം വയ്ക്കും. ഓരോ കാലടി ശബ്ദം ചാരത്തെ വഴിയിൽ കേൾക്കേ തോരുമൻ കണ്ണീരൊത്തി ഓടിച്ചെല്ലും ഞാൻ. വസന്ത പഞ്ചമി വാതിൽ പൊളി തുറക്കുവാന വളച്ചകൾ കേൾപ്പിക്കാതെ ആരും വന്നതില്ല, ആരും അറിഞ്ഞതില്ല, ആരും വന്നതില്ല, ആരും അറിഞ്ഞതില്ല. ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരുന്നു ഞാൻ. ആത്മാവിൽ സ്വപ്നമായിരുന്നു വർദ്ധമാന പണിയോട് പറയിച്ചിട്ടില്ല. കിളിവാതിലിൽ മെഴിയുന്നതിൽ പറയിച്ചിട്ടില്ല. വരേണ്ടയാൾ മാത്രം പറയിച്ചിട്ടില്ല. വളരെ ഡിഫറെന്റ്. ഒരു കാമുകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കാത്തിരിക്കുന്ന ഒരു ചിത്രമേഖലയാണ്. സംസ്കാരം മാറുന്നതിനനുസരിച്ച് അതിന്റെ പ്രകടനം മാറുന്നതിന്റെ ഭൂമിക മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ പാട്ടുകളുടെ രീതികൾ, അതിന്റെ കമ്പോസിങ്ങും അതിന്റെ എഴുത്തിന്റെ വാക്കുകൾ ഒക്കെ മാറി വരുന്നത്, അതിന്റെ ഇമാജിനറിയും ഒക്കെ മാറി വരുന്നത് സങ്കല്പിച്ചത്. ഞാൻ ലഭിക്കുന്നില്ല. പിന്നെ ഞാനൊരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. അങ്ങനെ വരുമ്പോൾ പ്രത്യേക വിഷയമല്ല ഇത്. ഭാസ്കര മാസ്റ്ററുടെ ലാവണ്യ തലങ്ങൾ എന്ന് പറയുന്നത് വലിയ വിശാലമായൊരു വിഷയമാണ്. അപ്പോൾ അത് ഈ സമയം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക നിന്നുകൊണ്ട് പറയാൻ പ്രയാസമാണ്. ഞാൻ അങ്ങനെ വലിയ പ്രഭാഷകനൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പ്രയാസമാണ്. എനിക്ക് അപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നത് മാത്രമാണ്. അപ്പോൾ ഓർമ്മകൾ തന്നെ കുറേയുണ്ട്, ധാരാളമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ പറയുന്നത് മാത്രമാണ്. ഏതായാലും എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ നമ്മുടെ ഗാനങ്ങളാക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. വ്യത്യസ്ത സംസ്കാരം, മാപ്പിള സംസ്കാരമായാലും പുനർമാരുടെ സംസ്കാരമായാലും മറ്റു തരത്തിലുള്ള മറ്റ് സമൂഹങ്ങളുടെ ഓരോ സമൂഹങ്ങളുടെ സംസ്കാരത്തെ എങ്ങനെയാണ് അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവനകൾ വാക്കുകളിലാക്കുന്നതിനെ കുറിച്ചാണ് എപ്പോഴും ആലോചിച്ച് നോക്കിയത്. എഴുത്തുകാരനെ ആ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ രാവിലെ വത്സമാഷോട് ഞാൻ പറയുന്നത്. കാരണം നമ്മളെപ്പോഴും പാട്ടുകാരനെ മാത്രമേ കാണുന്നുള്ളൂ.
നമ്മുടെ ഉത്തരാനെയും സംഗീത സംവിധാനങ്ങളും കാണുകയും നമ്മുടെ യേശുദാസനെ ഇവിടെ പത്മവിഭൂഷണം വരെ കൊടുത്തു, നല്ല ഭൂഷണല്ലേ അതുപോലെ കൊടുത്തു. പക്ഷെ ഇവിടുത്തെ ഈ വാസ്തവത കൊടുത്തിട്ടില്ല, പത്മശ്രീ പോലും കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഒരു എഴുത്തുകാരനും കൊടുത്തില്ല, അതിന് മാത്രമേ പത്മശ്രീ കൊടുത്തുള്ളൂ. കെ രാഘവമാഷ്ടർ മാത്രമേ പത്മശ്രീ. അത് അദ്ദേഹം 98 വയസ്സുവരെ ജീവിച്ചോളാം. സത്യത്തിൽ സംഗീതത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് 98 വയസ്സായിരുന്നു. ഞങ്ങളാണ് കഥകളിക്കാരനും ചെങ്ങഞ്ചേരി കുഞ്ഞിരാമനായിരുന്നു. ചെങ്ങഞ്ചേരി കുഞ്ഞിരാമനായിരിക്കും പത്മശ്രീ 102 വയസ്സിന്. അപ്പൊ അതിനുള്ള സമ്മാനം വേറെ കൊടുക്കണം. അദ്ദേഹം നേരിട്ട് പത്മവിഭൂഷണം കൊടുക്കണം, പത്മശ്രീ കൊടുക്കണം. കാരണം ഇത്രയും വയസ്സുള്ള മനുഷ്യൻ ജീവിച്ചില്ലേ. അപ്പൊ സാറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വേറെ ആരും പരിഗണിച്ചില്ല. ഇപ്പൊ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പി ജയചന്ദ്രൻ പാട്ടുകാരിലും അദ്ദേഹത്തിന് പരിഗണിച്ചിട്ടില്ല. അതാരും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടു. അപ്പൊ ഞാൻ പറയുന്നത് അത്തരം അംഗീകാരങ്ങളെക്കാളൊന്നും പ്രധാനം ദീപാസ്റ്റർ നമ്മുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. അദ്ദേഹം നമ്മുടെ മനസ്സിൽ മലയാളികളുടെ കാലം വരെ ദീപാസ്റ്ററിന്റെ മഞ്ഞടി ഭൂമിരാവുന്ന പാട്ടില് നിങ്ങളൊക്കെ കുട്ടികളൊക്കെ അറിയുന്ന പാട്ടിലായിരുന്നു. മഞ്ഞടി ഭൂമിരാവ് വേദാന്തകത്ത് മഞ്ഞളിച്ചു നീരാണ് പതിനാറ് വർഷം പാട്ടുകൾ നഗരമെഞ്ചിട്ടത്. അപ്പൊ അതിനൊരു വരിയുണ്ട്, എന്താണ്? പാതിരാപാടകളുടെ വിലലേക്ക് പൗർണമി മോദിക മണിയിക്കും വല്ലമാസത്തിൽ താനീയമ്പലത്തിൽ വെള്ളക്കാരനെ പോലെ താമരമാനങ്ങളും ചിങ്ങപ്പെട്ടു പോകും. പീവാസനം മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ചിലയ്ക്ക് കൊടുത്ത സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് അനുശോചന സമ്മേളനമായിരുന്നു. ആ സമയത്ത് പീവാസനം വളരെ വളരെ വികാര എന്താ പറയാ ആകെ ഇമോഷണലായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ. കാരണം അദ്ദേഹത്തിന്റെ ഓരോരുത്തരോരുത്തർ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ വികാരം. അദ്ദേഹത്തിന്റെ വാസന വിളിച്ചുകൊണ്ടിരുന്നതാണ് ഭാസ്കരൻ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൊഴിഞ്ഞു പോകുന്നല്ലോ എന്നുള്ളൊരു വികാരമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി, ഈ പാടുന്ന സമയത്ത് അദ്ദേഹത്തോട് MD ചോദിച്ചത്രയാണ്, അല്ല MD ഭാസ്കരനോട് ചോദിച്ചത് എവിടെയാണ് ഈ താമര അമ്പലം? അപ്പോ MD ഭാസ്കരൻ പറഞ്ഞ മറുപടി, വാസു അത് നിന്റെ വീട്ടിനകത്ത് എവിടെയാണെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ മലയാളിക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിനടുത്തൊരു താമര തോന്നിയിരിക്കുക. അതാണ് കേരളീയ മലയാളം എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരിക്കലും നമ്മുടെ നമ്മുടെ മനസ്സിൽ നിന്ന് മലയാളികളെ എത്ര തലമുറ വന്നാലും ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അങ്ങനെയൊരു അത് കുടിയിരിക്കുന്നത് ഒരു ദിവസം വേഗമായി. പക്ഷെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളെല്ലാവരും പറയും. അപ്പോ കരിമ്പൂർ കാട്ടിലെ എന്ന പാട്ടിന് വരികൾക്കാണ് കേരള കോപ്പി അദ്ദേഹം മരിച്ചപ്പോ ഒരു ക്യാപ്ഷൻ ഒരു ഹെഡ്ലൈൻ ഫ്രണ്ട് പേജിൽ മടങ്ങുന്ന പള്ളിത്തേരിൽ മടങ്ങുന്ന പള്ളിത്തേരി മടങ്ങുന്നതാണ് ഒരു ദൗത്യം നിർവഹിച്ച് മടങ്ങി പോകുന്നതാണ്. അല്ലാതെ അദ്ദേഹം മരിച്ചു അന്തരിച്ചു വിടവാങ്ങി ഇതൊന്നും ഇങ്ങനെയാണ് പറ്റുമല്ലോ. പക്ഷെ മടങ്ങുന്ന പള്ളിത്തേരി മലയാള ഭാഷയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മലയാള സംസ്കൃതിയോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ഒരു മനുഷ്യനാണ് ഇതിനർത്ഥം. അങ്ങനെയുള്ള ഒരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ നിങ്ങൾ കേട്ട നിങ്ങളിത് ഇത്ര നേരം എന്നെ കേട്ട കുറച്ചു പേർക്കെങ്കിലും അദ്ദേഹത്തെ പറ്റി തുറന്ന് പഠിക്കുവാൻ താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതൊക്കെ ചെറുതായി കാണേണ്ട കാര്യങ്ങളല്ല. നിങ്ങളിൽ നിന്ന് ഈ സമൂഹം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ സാറ് പറഞ്ഞുകൊണ്ട് ഒരു ജോലി മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ഒരു വലിയ സൗന്ദര്യാത്മകത ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കുന്നു. ദീപാസ്കരൻ പ്രസരിപ്പിച്ചതുപോലെ, ബാബുരാജ് പ്രസരിപ്പിച്ചതുപോലെ, രാഘവമാസ്റ്റർ പ്രസരിപ്പിച്ചതുപോലെ, വൈൻഡി പ്രസരിപ്പിച്ചതുപോലെ ഒരു പ്രസരണം നിങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ് നിങ്ങളെ പോലുള്ള മുതിർന്നവർ പ്രതീക്ഷിക്കുന്നത്. അല്ല നിങ്ങളിവിടെ എവിടെ ജോലി ചെയ്യൂ, നിങ്ങളുടെ ബാങ്കിൽ എത്ര പണമുണ്ട്, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധകമല്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും മാത്രമേ ബാധകമുള്ളൂ. എനിക്കത് ബാധകമാണ്, എന്റെ സമൂഹത്തിനും ബാധകമാണ്. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സർക്കാരും കോളേജും ഒക്കെ ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് രുചിച്ചോ എന്ന് എനിക്കറിയില്ല. രുചിച്ചതെങ്കിൽ എന്നെ ബന്ധപ്പെടുക, ഭാവം ആശ്രമം എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ടീച്ചർമാരുടെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പറയാം.
അത് ഉമ്മാച്ചു എന്ന സിനിമയിലാണ്. ഉമ്മാച്ചു നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. ഉമ്മാച്ചു ആരെ എഴുതിയ നോവലാണെന്ന് അറിയാമോ? അറിയാമോ? ഒക്കെ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരങ്ങൾ ആരും പറയുന്നില്ല. വളരെ പ്രശസ്തനായ വലിയ അദ്ദേഹത്തിന്റെ വലിയൊരു നോവലിസ്റ്റാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എഴുതിയ നോവലിന്റെ പേരാണ് ഉള്ളൂരാണ്. പിന്നെ സുന്ദരികളും സുന്ദരന്മാരും എന്നത് അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലാണ്. ഈ നീലക്കണ്ണിന്റെ കഥയും അദ്ദേഹത്തിൻ്റെതാണ്. രാജിച്ചൻ എന്ന നോവലും അദ്ദേഹത്തിൻ്റെതാണ്. നായകൻ പിടിച്ച പെരുമാനിന്റെയും അദ്ദേഹത്തിൻ്റെതാണ്. അണിയാതാണ്. ഇങ്ങനെയുള്ള കുറേ സിനിമകളും അദ്ദേഹത്തിന്. അപ്പൊ മിണ്ടാപ്പെണ്ണ് എന്ന് പറയുന്ന സിനിമകളിലൊക്കെ അദ്ദേഹത്തിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഉറുമ്പനാണ്. ബേസിക് കുട്ടികൃഷ്ണൻ എന്ന പേര് ഉറുമ്പനാണ് നമ്മൾ തുലികാലമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഉമ്മാച്ചു എന്ന നോവലിന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ അത് KPSC നാടകമായി അവതരിപ്പിക്കുന്നു. അത് സംവിധാനം ചെയ്യുന്നത് പി ഭാസ്കരൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. ആ പടത്തിൽ ഉള്ള ഒരു പാട്ടാണ് അത്. ഞാൻ പാടാം. എങ്ങനെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തതും കൂടി സംഗീത വിദ്യാർത്ഥികൾ പഠിക്കുക. എങ്ങനെയാണ് ഒരു നോവലിന്റെ ഒരു കഥാപാത്രത്തിന്റെ വൈകാരികത ഒരു 12 വരി കൂടി ചെറിയ കുറച്ച് വരികളാണെന്ന് ശ്രദ്ധിക്കുക. ഈ നോവലിന് തന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംക്ഷിപ്തമാക്കുന്നത് എന്ന് കൽപ്പനത്തോ അന്യനോവിന് പതിച്ചു നൽകി നിന്റെ കൽപ്പിലാരുടെ മണ്ണിൽ എന്റെ കബറടക്കി എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഉമ്മാച്ചു എന്ന നോവലാണ്. ഉമ്മാച്ചു എന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ പെൺകുട്ടിയെ മായനാണ് ഇഷ്ടപ്പെട്ടത്. മായൻ ബാല്യകാല സഖിയെ. പക്ഷെ ഇന്നത്തെ പോലത്തെ പ്രണയം എന്ന് പറഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മുതലാളിയുടെ മകനായിട്ടുള്ള വീരനാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോ ആ രാത്രി മായൻ നാട് വിട്ട് വയനാട്ടിലേക്ക് പോകും. ആ സമയത്ത് ഒരു പാട്ടാണ് കൽപ്പകൽത്തോ അന്യനിലവിനെ പതിച്ചു നൽകി നിന്റെ കൽപ്പിൽ ആറടി വേണ്ടി എന്റെ കബറടക്കി. ഇപ്പൊ ഉമ്മാച്ചു നോവലായി കഴിഞ്ഞു. അതാണ് അത്. ഈ ഉമ്മാച്ചു പുഴയിൽ തീരത്ത് നിൽക്കുമ്പോൾ മായൻ തോണി തോന്നിക്കൊണ്ട് പോകുന്നു. ഈ പാട്ടിനൊക്കെ കടപ്പാട് യഥാർത്ഥത്തിൽ നമ്മുടെ രാഗങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പദ്ധതികളോടോ അല്ല, രവീന്ദ്ര സംഗീതത്തോടാണ്, ടാഗോറിന്റെ സംഗീത പദ്ധതികളോടാണ് അതിന്റെ കടപ്പാട്. എന്റെ കണ്ണുമൂടിയ നിന്നെ കാണാൻ കണ്ണുത്തോണി എന്റെ കണ്ണുത്തോണി ആട്ടിന കരയാനോ ആശ കൊണ്ടു ഞാൻ മെനഞ്ഞെടുത്തൊരു കല്ലുമാടം ഒരു പുല്ലുമാടം ആശ കൊണ്ടു ഞാൻ മെനഞ്ഞെടുത്തൊരു കല്ലുമാടം ഒരു
അതിലടുപ്പിൽ സ്നേഹത്തിൻ ചുവടു കാട്ടാൻ നീയു മാത്രം പൊന്നേ മാത്രം മരമോ എന്നെ കാത്തു നിൽക്കുന്ന തൈകിളിയോ കറി അക്കഴിനി പാടുന്നു. അതായത് കരയിൽ നിൽക്കും നിന്നെ കാണാം 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 പാടിക്കൂടെ? കാണാം കാണാം കരവ് തോണി എന്റെ കരവ് തോണി. നിങ്ങളൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഇളയരാജ നമുക്ക് താല്പര്യമുണ്ടാവും. സംഗീതശാസ്ത്രവും പോലായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ യൂറോപ്യൻ പര്യടനമാണ്. ആദ്യം അദ്ദേഹം യൂറോപ്യൻ പര്യടനത്തിന് ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എനിക്കവിടെ കാണാനെന്ന് ചോദിക്കും. അതായത് ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ തമിഴ് സ്ഥലങ്ങളിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ പറയും എനിക്കതൊന്നും കാണാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയും. പിന്നെ ഞാൻ ആകെ പ്രത്യേക പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ രമണ മഹർഷിയുടെ ആശ്രമത്തിലുമാണ് ഞാൻ പോകുന്നത്. ഇത് മൂന്നും അവിടെ ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറയും. വേറെ ഒരു ആധുനിക നാഗരികത കാണേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ടേ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആലോചിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. സംസാരിച്ചൂടെ ഇതെല്ലാം തീർന്നുപോകുമോ? വിളിക്കല്ലോ, ലോകം അവസാനിക്കുന്നില്ലല്ലോ. ഇനി പറഞ്ഞൂടെ? ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞൂടെ? ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ നമ്മളെ എല്ലാവരും കേൾക്കില്ല, ഒരു മാത്രം കേൾക്കണ്ട. അപ്പോ അങ്ങനെ അതൊന്നും എനിക്ക് അടി കിട്ടുമെന്ന് എനിക്ക് സംശയം. പിന്നെ അപ്പൊ അദ്ദേഹം ആലോചിച്ചു ഉണ്ടല്ലോ രമണ മഹർഷിയുടെ ആശ്രമവും അതുപോലെ മൂകാംബിക ക്ഷേത്രവും ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ. എന്താ അവിടെ ഉള്ളത്? അവിടെ മൊസാർട്ടിന്റെ ശവകുടീരം, ബീഥോവന്റെ ശവകുടീരം, ബാക്കിന്റെ ഇങ്ങനെയുള്ള യൂറോപ്പിലെ സംഗീതത്തിന്റെ ഏറ്റവും വലിയ ആളുകളായിട്ടുള്ളവരുടെയൊക്കെ ശവകുടീരങ്ങൾ, അതുപോലെ അവരുടെ ജന്മഗൃഹങ്ങൾ, ഇതൊക്കെ ക്ഷേത്രങ്ങൾ തന്നെയാണല്ലോ, ഇതൊക്കെ മൂകാംബിക തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ വരാമോ? അങ്ങനെ അദ്ദേഹം പോകുന്ന ഒരു കണ്ടീഷൻ, എയർപോർട്ടിൽ വെച്ചിട്ട് പോലും ഒരു ബൊക്കെ നൽകി പോലും എന്നെ സ്വീകരിക്കാൻ പാടില്ല. ഒരു സാധാരണക്കാരനായ എനിക്ക് പോകേണ്ട സ്ഥലങ്ങൾ തോന്നും തിരിച്ചു പോകും. ഒരു പൊതുച്ചടങ്ങിലും പങ്കെടുക്കില്ല. അപ്പൊ അദ്ദേഹം പോകുമ്പോ അവിടുത്തെ ഒരു ഈ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. അതായത് പേരിയം പറഞ്ഞു, ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലത്തെ സിനിമാ പാട്ടുകാരൻ അയാളെ കാണുന്നു. അദ്ദേഹം കാണണമെങ്കിൽ ഇന്ത്യയിലെ ഒരു സംഗീത സംവിധായകൻ സിനിമയിലെ പാട്ട്, തമിഴിലെ പാട്ടൊക്കെ ഉണ്ടാക്കണം. അവർക്ക് വലിയ കാര്യമൊന്നുമല്ല, അവർക്കത് അയച്ചു കൊടുക്കണം. ഞാൻ ചെയ്ത സിംഫണിയൊക്കെ വന്നൊക്കെ ഉണ്ട്, അതൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ കൊടുത്തിട്ട് അദ്ദേഹം ആ ദിവസം 10 മിനിറ്റ് നേരമാണ് അദ്ദേഹത്തെ കാണാൻ പെർമിഷൻ കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ എത്തിയപ്പോൾ 10 മിനിറ്റ് വൈകുന്നു. 10 മിനിറ്റ് വൈകി പോയപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഇന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ എത്രയോ കിലോമീറ്റർ താണ്ടി വരുന്നില്ല. അപ്പൊ സെക്രട്ടറിയോട് പറഞ്ഞു ഇന്നയാളാണ് അങ്ങനെ പറഞ്ഞു. പിറ്റേത്തെ ദിവസം 5 മിനിറ്റ് കൊടുത്തു.
ആ 5 മിനിറ്റ് കൊണ്ട് എല്ലാ ഒരാളോട് സംവദിക്കേണ്ടത്, കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഇളയരാജ വീണ്ടും ഉത്തരം കണ്ടതാണ്, അദ്ദേഹത്തെ കാണാമല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തെ ഈ ട്രാഫിക്കിനെ പറ്റിയുള്ള ഇത് ആദ്യത്തെ ദിവസം വൈകിട്ട് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത് പേര്യമാണ് പോയി. വേറെ പുതിയ കാലത്ത് വരും. അപ്പോ അദ്ദേഹം പറയാണ്, ഈ 5 മിനിറ്റ് 2 മണിക്കൂറായി വരികയാണ്. ഈ സമാന ഹൃദയന്മാരായിട്ട് 2 കഥകളിൽ കണ്ടുകൂട്ടിയപ്പോൾ അവരുടെ സംസാരത്തിൽ അന്തർദേശീയമായ ഒരു വിശാലത ഉണ്ടാവുകയും അവരുടെ സംഭാഷണം അങ്ങനെ നീണ്ടുപോവുകയും ചെയ്തു. അതിൽ എൻ്റെ മനസ്സിനെ നൽകുന്ന പക്ഷേ കിട്ടുന്നത് എങ്ങനെയാണ് ഇവിടെ വരെ വരുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അവിടെ ബ്രേക്ക് പോകുന്നത് അതിങ്ങനെ വരുന്നുണ്ടോന്നത് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കർണാട്ടിക് മ്യൂസിക് ആൻഡ് അതർ മ്യൂസിക്? ഇളയരാജ പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംഗീത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ആ പുസ്തകം വായിക്കാൻ വേണം. പറയുന്നത് ലോകത്തിലെ എല്ലാ സംഗീതവും അതിന്റെ പാരമ്പര്യം, എല്ലാ സംഗീതവും അറിയാത്ത ആളാണ് കേട്ടോ ഇളയരാജൻ. എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ സംഗീതവും അതിന്റെ ഏറ്റവും പാരമ്പര്യത്തിലെത്തിയാൽ അതിന്റെ പേരാണ് കർണാടക സംഗീതം. ഇത് പിന്നീടുകയും ഇത് പഠിക്കുന്നല്ലേ. അപ്പൊ അതാണ് നിങ്ങൾ പഠിക്കുന്നത്. അവിടെയാണ് ഇത്തരം സ്വരങ്ങളൊക്കെ പ്രയോഗം. ഒരു സ്വരത്തിന്റെയും മറ്റു സ്വരം നമുക്ക് വേർതിരിച്ചെടുത്ത സ്വരങ്ങളുടെ നടുവിൽ വേറൊരു സ്വരം, അതൊക്കെ ഉള്ളത് ഈ കർണാടക സംഗീതത്തിലാണ്. ഇദ്ദേഹം പാടി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, ഇളയരാജ പാടി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഞാനൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു സംഗീതം പറഞ്ഞിട്ട് പറഞ്ഞപ്പോ നമ്മൾ ആനയുടെ പ്രസാദിപ്പ് സകലത്തിൽ ഇതാ പറയുന്നത്. കാരണം എന്താ പറയുക, ഇത് ഗംഭീരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ, നമ്മൾ വ്യാപരിക്കുന്ന മേഖല നമ്മൾ പഠിക്കുന്നത് മറ്റു പല വിഷയങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം ഭാഷയായാലും സംഗീതമായാലും കലയായാലും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. മറ്റെന്ത് കാലം താങ്കൾ പറയുമ്പോൾ ഈ നിങ്ങളുടെ ശിരസ്സുകൾ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാലുകൾ തന്നെയാണ് ഉറപ്പിച്ചു വെക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കണം എന്ന കാര്യം നോക്കണമെന്ന് പറയും. അതുപോലെ നിങ്ങളുടെ ശിരസ്സുകൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പേരോ നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് കൊണ്ടോ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ അധികാരങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നിങ്ങളുടെ ശിരസ്സുകൾ ഉയർന്നു പോകണം. അപ്പോഴെല്ലാം നിങ്ങളുടെ കാലുകൾ ഈ സംസ്കൃതിയുടെ ഭൂമികയിലാണ് ഉറപ്പിച്ചു വെക്കേണ്ടത് എന്ന നിലയിൽ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ